ദീർഘമായിട്ട് ശ്വാസം എടുത്തിട്ട് ഓം എന്ന് പറയാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം മഹാഗണപതയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യതഃ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതിസ്യാദനപായിനി. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളുടെ മുമ്പിൽ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ സത്സംഗവുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു പുണ്യ ദിവസത്തിൽ ഇന്ന് ഭഗവാൻ ജനിച്ച ദിവസമാണ് അഷ്ടമിരോഹിണി. ഈ ദിവസം മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ വെച്ച് ഭഗവാന്റെ തന്നെ അവതാര കഥ, ശ്രീകൃഷ്ണാവതാരം, ഇന്ന് അതല്ലേ നമ്മൾ പറയുക. ആ ശ്രീകൃഷ്ണാവതാരം പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഭാഗവതത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭാഗവതം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഭാഗവതം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് വേണം ഭഗവാന്റെ അവതാരത്തിലേക്ക് പോവാൻ. പൂർണ്ണ പുണ്യാവതാരമായിട്ട് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ടല്ലേ ഭഗവാന്റെ ജനനം. അപ്പോൾ എന്താണ് അതിന് കാരണമെന്നും അതുപോലെ ഭഗവാന്റെ ലീലകൾ എത്ര കേട്ടാലും, ആ ഉണ്ണിക്കണ്ണൻ്റെ കുറുമ്പുകൾ നമ്മൾക്ക് എത്ര കേട്ടാലും മതിയാവില്ല. അതെല്ലാം നമ്മളിന്ന് കേട്ട് അതുപോലെ ഉദ്ധവർ
ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലണതും ഭഗവാൻ മധുരയിലേക്ക് പോകുന്നവരെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ കുന്തിദേവിയുടെ കൂടെ പറയണം. കാരണം കുന്തിദേവിയുടെ ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അത്രമാത്രം ഭക്തിയാണ് അമ്മയുടെ സ്ഥാനം തന്നെയാണ്. വസുദേവരുടെ അനിയത്തിയാണ് കുന്തി. അപ്പോൾ ചെറിയമ്മ അച്ചമ്മങ്ങളാണ് ഭഗവാന്റെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥാനം കുന്തിദേവിക്കുണ്ട്. അതും നമുക്ക് അതിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ അവതാര കഥ പറയുന്നതിന് മുമ്പ് ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗവതത്തിൻ്റെ ഒരു ഭാവം എന്താ? ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തിയാണ്, ഭഗവാനോടുള്ള ഭക്തിയാണ്. ഇത് എഴുതിയത് വ്യാസമഹർഷിയല്ലേ. അപ്പോൾ വ്യാസമഹർഷിക്ക് ഭാഗവതം എഴുതാനായിട്ടുണ്ടായ ഒരു അനുഭവമുണ്ട്. കാരണം 18 പുരാണങ്ങൾ എഴുതി, മഹാഭാരതം എഴുതി. ഇതെല്ലാം എഴുതിയിട്ട് മനസ്സിനൊരു സമാധാനം കിട്ടാണ്ട് ഇങ്ങനെ സ്വന്തം ആശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഒരു സമാധാനമില്ല, എന്തോ മനസ്സിനിങ്ങനെ അലട്ടുക. ആ സമയത്ത് എല്ലായിടത്തും വരുന്ന പോലെ നാരദ മഹർഷി അവിടെ വന്നു. എന്താ നാരദ മഹർഷിയുടെ പ്രത്യേകത? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് വീണയിൽ ഇങ്ങനെ മീട്ടി മീട്ടി ഭഗവാന്റെ നാമങ്ങൾ സദാ ചൊല്ലിക്കൊണ്ട് അവിടെ എത്തി. വ്യാസമഹർഷിയോട് പറഞ്ഞു, മഹർഷി അങ്ങ് എന്തിനാ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? കാരണം മഹാഭാരതം എഴുതിയില്ലേ, 18 പുരാണങ്ങൾ എഴുതിയില്ലേ, എല്ലാ ജനങ്ങളും അത് കൈനീട്ടി ഇങ്ങനെ സ്വീകരിച്ചു, പിന്നെ എന്തിനാ അങ്ങക്ക് ദുഃഖം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ എൻ്റെ മനസ്സിനൊരു സുഖമില്ലായ്മ. അങ്ങ് ദീർഘദൃഷ്ടിയുള്ളവനല്ലേ, ജ്ഞാനിയല്ലേ, അതുകൊണ്ട് അങ്ങക്ക് പറഞ്ഞു തരാൻ പറ്റും എൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, എന്നാ അങ്ങ് കേട്ടോളൂ. അങ്ങ് മഹാഭാരതം എഴുതി ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ, പുരുഷാർത്ഥങ്ങൾ കൃത്യമായിട്ട് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ധർമ്മം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭഗവാന്റെ സ്വരൂപം, ഭഗവാന്റെ മാഹാത്മ്യം, ഭഗവാന്റെ സ്തുതികൾ അതിലത്ര അങ്ങോട്ട് ഇല്ല. അപ്പോൾ ഈ ഭഗവാന്റെ സ്തുതികൾ, ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം അങ്ങ് എഴുതുകയാണെങ്കിലേ അങ്ങയുടെ രചനയ്ക്കൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അങ്ങനെയുള്ളൊരു ഗ്രന്ഥം ഈ ഭാഗവതം പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് ഭഗവാന്റെ ഭക്തിയിൽ ഇങ്ങനെ കുളിച്ച് രസിക്കുന്ന ഈ എന്താ പറയുക, ഭക്തിയുള്ള ഹംസങ്ങൾക്ക് ഇങ്ങനെ മുങ്ങി കുളിക്കാൻ പറ്റും ആ രസത്തിൽ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഗ്രന്ഥം അങ്ങ് എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാസമഹർഷി കണ്ണടച്ച് ഭഗവാനെ ധ്യാനിച്ചു. അതുമാത്രമല്ല, ഇത് പറഞ്ഞതിന് ശേഷം ചതുശ്ലോകി ഭാഗവതം പറഞ്ഞു കൊടുത്തു. അഹമേവാസമേവാഗ്രേ എന്ന് തുടങ്ങുന്നത്, അതായത് ഞാൻ മാത്രമേ ഈ ജഗത്തിലുള്ളൂ, പ്രളയത്തിന് മുമ്പും പ്രളയത്തിന് ശേഷവും ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഞാൻ തന്നെയാണ് എന്ന് ആ ഒരു ചതുശ്ലോകി ഭാഗവതം വ്യാസമഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ ചതുശ്ലോകി ഭാഗവതമാണ് ഭാഗവതത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. അങ്ങനെ കണ്ണടച്ച് ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോൾ ശ്രീഹരിയുടെ രൂപം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു അത്രേ. ഭഗവാന്റെ ലീലകളൊക്കെ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു. അങ്ങനെ ഭാഗവതം രചിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിക്കോളൂ, ഭഗവാന്റെ ഭക്തി, ഭഗവാനോടുള്ള ഒരു പ്രേമം, അതായത് ഭഗവാനോടുള്ള അമിതമായിട്ടുള്ള ഒരു പ്രേമം തന്നെയാണ് ഭക്തി. ആ ഒരു രസമാണ് നമ്മൾ ഭാഗവതത്തിലൂടെ മനസ്സിലാക്കുന്നത്. പിന്നെ അയം ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗവതം കൃഷ്ണനാണ്, കൃഷ്ണനാണ് ഭാഗവതം, ഭാഗവതമാണ് കൃഷ്ണൻ. ഭാഗവതം എവിടെ പറയുന്നുവോ അവിടെ കേൾക്കാനായിട്ട് ഉണ്ണിക്കണ്ണനും കൃഷ്ണനൊക്കെ അവിടെ വന്നിരിക്കൂത്രേ. അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഭാഗവത കഥകൾ പറയും, അത് കേൾക്കുകയൊക്കെ ശ്രവിക്കുകയെന്ന് പറഞ്ഞാൽ ഈ കലികാലത്തിൽ ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറൊരു മാർഗ്ഗമില്ല തന്നെയാണ്. കാരണം എന്തൊക്കെ അറിവുകൾ നമുക്കുണ്ടോ, നമുക്ക് സമ്പത്തുണ്ടായിക്കോട്ടെ, നമുക്ക് ഡോക്ടറേറ്റ് ഉണ്ടായിക്കോട്ടെ, നമുക്ക് പദവികൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഒരു പ്രതിസന്ധിയിൽ തരണം ചെയ്യണമെങ്കിൽ, നമ്മൾ പകച്ചു പോകാതെ ഒരു പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ ഈ ആധ്യാത്മിക ജ്ഞാനം, ഭഗവാന്റെ പാദങ്ങൾ, ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ ആ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഈ ഭക്തി മനസ്സിലുണ്ടാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സത്സംഗങ്ങൾ തന്നെയാണ്. ഈ സത്സംഗങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആ ഭക്തിയിലേക്ക്, ആ പരമമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക്, ആ ബോധസ്വരൂപം, നമ്മുടെ അകത്ത് വിളങ്ങുന്ന ആ ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഓരോ ജനങ്ങളിലും, സകല ചരാചരങ്ങളിലും അന്തര്യാമിയായിട്ട് ഭഗവാനുണ്ട്. ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം. യച്ഛകിഞ്ചിത് ജഗത് സർവം ദൃശ്യതേ ശ്രൂയതേ പിവ അന്തർബഹിശ്ച തത്സർവം വാപ്യനാരായണ സ്ഥിത.
നാരായണ സൂക്തത്തിൽ പറയുന്നതാണ്. അതായത് ഈ ജഗത്ത് മുഴുവൻ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം തന്നെയാണ് നാരായണൻ. നാര എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം. നാരായണൻ വെള്ളത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താ? ഭക്തി തന്നെയാണ്. ഇത് തന്നെയാണ് നാരായണീയം. നാരായണീയം ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ, എന്തുമാത്രം കട്ടിയുള്ള ശ്ലോകങ്ങളാണല്ലേ. പക്ഷേ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് പോകുന്ന എല്ലാവരും നാരായണീയം വായിക്കും. ഭഗവാനോടുള്ളൊരു അർപ്പണമാണ്. നാരായണത്തിൽ ഓരോ ശ്ലോകങ്ങളും ഭഗവാനോടുള്ള ഒരു അർച്ചനയായിട്ടാണ് മേൽപ്പത്തൂർ ചെയ്തിരിക്കുന്നത്. മേൽപ്പത്തൂരിന് ഒരു ദുഃഖം ഉണ്ടായില്ലേ, വാതരോഗം ഉണ്ടായി. ആ സമയത്ത് തന്നെയാണ് ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഗ്രന്ഥം നമുക്ക് കിട്ടിയത്. മേൽപ്പത്തൂർ അതിൽ പറയുന്നുണ്ട്, പ്രഭൂതാദിവ്യാധി പ്രസഭജലിതേ മാമകഹൃതി തുതീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാതെന്ന് പറഞ്ഞു. അത് പ്രഭൂതമായിട്ടുള്ള വളരെയധികം ആധികളും വ്യാധികളും എൻ്റെ മനസ്സിൽ കിടന്ന് സങ്കടപ്പെടുത്തുന്നുണ്ട് ഭഗവാനെ. പക്ഷേ അങ്ങയുടെ ആ രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞാൽ എൻ്റെ ഈ പീഡകളൊക്കെ ഞാൻ മറക്കും തന്നെ. ഇത് വാസ്തവമാണ്. ഭഗവാന്റെ ആ രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞ കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയണമെങ്കിൽ സദാ ആ നാമങ്ങൾ നമ്മൾ ഉരുവിട കഥകൾ കേൾക്കുക, അത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ അനുസന്ധാനം ചെയ്യുക. ഭഗവത്ഗീത പോലെ ഇങ്ങനെ ആയാൽ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയുമ്പോൾ സകല ദുഃഖങ്ങൾക്കും നമുക്കൊരു പരിഹാരം തന്നെയാവും തന്നെയാണ്. അതുപോലെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭാഗവതം കേൾക്കുക. ഭാഗവതം മാത്രമല്ല, ഭഗവാന്റെ കഥകൾ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് കേൾക്കുക, അത് ശ്രവിക്കുക, അത് ചോദിക്കുക, അത് പറയുക. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഗംഗയിൽ ചെന്ന് കുളിച്ചാൽ നമ്മൾ പവിത്രത ഉണ്ടാവുന്നത് പോലെ നമ്മൾ പരിശുദ്ധരായിട്ട് തീരും തന്നെയാണ്. ഇതാണ് ഈ സത്സംഗത്തിൻ്റെ ഒരു മാഹാത്മ്യം. സത്സംഗങ്ങൾ ഒരുപാട് നടക്കണം ഈ ഒരു കലികാലത്തിൽ തന്നെയാണ്. അങ്ങനെ ഈ ഭാഗവതം വ്യാസമഹർഷി എഴുതി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ്? പരീക്ഷിത്തും ശുഗനും തമ്മിലുള്ള സംവാദമാണ് ഭാഗവതം. പരീക്ഷിത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശുഗബ്രഹ്മർഷിയോട്. ഇതാരാണ്? അതായത് ഗംഗയുടെ തീരത്ത് വെച്ചിട്ട് പരീക്ഷിത്തിനാണ് ആദ്യം ശുഗബ്രഹ്മർഷി ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഭാഗവതത്തിനൊരു പാരമ്പര്യം എങ്ങനെയാണ്? ഭഗവാൻ വിഷ്ണു തന്നെ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു ചതുശ്ലോകി ഭാഗവതം. സൃഷ്ടിപ്രക്രിയ ചെയ്തപ്പോൾ ആ കർമ്മത്തിൽ ബന്ധനാവാതിരിക്കാനായിട്ട് ഭഗവാൻ തന്നെ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു ചതുശ്ലോകി ഭാഗവതം. ആ ബ്രഹ്മാവ് തൻ്റെ പുത്രനായിട്ടുള്ള വ്യാസന് ഇത് ഉപദേശിച്ചു കൊടുത്തു. വ്യാസമഹർഷി തൻ്റെ മാനസപുത്രനായിട്ടുള്ള ശുഗബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് കൊടുത്തു. ആ പരീക്ഷത്തിൻ്റെ അവിടെ വെച്ചിട്ട് സൂതൻ ശൗനകാദികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ഈ ശൗനകാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുന്നത് എവിടെയാണ്? നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണ്. വല്ലപ്പോഴൊക്കെ നൈമിഷാരണ്യത്തിലേക്ക് നമുക്ക് സാധിച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി തൊഴണം, അവിടെയൊക്കെ പോകണം. ആ നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വെച്ചിട്ടാണ് അശ്വമേധയാഗം. ത്രേതായുഗത്തിൽ ശ്രീരാമൻ അശ്വമേധയാഗം നടത്തിയതും ആ രാമലക്ഷ്മണന്മാരുടെ കഥ, ഈ രാമൻ്റെ കഥ വാൽമീകി മഹർഷി രചിച്ചിട്ട് ആ ലവകുശന്മാർ പാടിയത് അവിടെ വെച്ചിട്ടാണ്. സീതയുടെ തിരോധാനം, ഭൂമിയിൽ നിന്ന് അവതരിച്ചിട്ട് ഭൂമിയിലേക്ക് തന്നെ പോയ സീത തിരോധാനം ചെയ്തതും നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ നൈമിഷാരണ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടെ പറയേണ്ടി വരും. കാരണം നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ കലികാലത്തിൽ അധർമ്മമാണ് കൂടുതലല്ലേ, മറ്റുള്ള യുഗങ്ങൾ പോലെയല്ല. ആർക്കും ഒന്നിനും സമയമില്ല, അധർമ്മം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് മഹർഷിമാർക്ക് ഇരുന്ന് തപസ് ചെയ്യാൻ പോലും ഒരു സ്ഥലമില്ല, സ്വസ്ഥമായിട്ടിരുന്ന് തപസ് ചെയ്യാൻ പോലും. മഹർഷിമാരെല്ലാവരും കൂടെ സങ്കടം പോയി പറഞ്ഞു, ബ്രഹ്മാവിനോട് പോയി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനസ്സുകൊണ്ട് ഞാനൊരു ചക്രം ഉണ്ടാക്കുക. ആ ചക്രം ഇങ്ങനെ ഉരുണ്ടു പോയിട്ട് എവിടെയാണോ അധപ്പതിക്കുന്നത്, എവിടെയാണോ അത് തകർന്ന് തരിപ്പണമാകുന്നത്, അവിടെ നിങ്ങൾക്ക് യജ്ഞങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് ജപം ചെയ്യാം, അവിടെ ഇരുന്ന് ധ്യാനിക്കാം. അങ്ങനെ മനസ്സുകൊണ്ട് നിർമ്മിച്ച ആ ചക്രം കറങ്ങി കറങ്ങി നൈമിഷാരണ്യം അവിടെ എത്തിയപ്പോൾ അത് തകർന്ന് തരിപ്പണായി. ആ സ്ഥലമാണ് യാഗങ്ങൾക്കും ത്രേതായുഗത്തിൽ തന്നെ അതിന് പ്രാധാന്യമുണ്ട്. യാഗങ്ങളൊക്കെ നടന്ന് ഇപ്പോഴും അവിടെ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്, സത്രങ്ങൾ നടത്തുന്നുണ്ട് നൈമിഷാരണ്യത്തിന്. അതാണ് ആ നൈമിഷാരണ്യത്തിൻ്റെ പ്രത്യേകത. ഒന്ന് ആലോചിച്ചു, ഈ ചക്രം എന്ന് പറയണത് എന്താ? നമ്മുടെ ജനനവും മരണവും, ഈ സുഖദുഃഖങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാവുന്ന സുഖവും ദുഃഖങ്ങളും, ഇതെല്ലാം എപ്പോഴാണ് ഇല്ലാണ്ടായിത്തീരുക? ആ പരമാനന്ദ സുഖത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ ബ്രഹ്മജ്ഞാനം നമ്മളിൽ ഉണ്ടാവുമ്പോൾ, ഭഗവാനാണ് പരമമായിട്ടുള്ള സത്യം, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ആ ഈശ്വരനാണ് നമ്മുടെ അകത്ത് വിളങ്ങുന്നത്. ഭഗവാൻ നമ്മളോട് എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, എന്താ? തത്വമസി, അല്ലേ? തത് ത്വം അസി, അത് നീയാകുന്നു, അത് ആ ബ്രഹ്മം നീയാകുന്നു എന്നുള്ള ജ്ഞാനം, ആ ബ്രഹ്മജ്ഞാനം, ആ
ആ ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മേൽപ്പത്തൂര് പറഞ്ഞ പോലെ സാന്ദ്രാനന്ദം, തുടക്കം തന്നെ അങ്ങനെയല്ലേ, സാന്ദ്രാനന്ദാവബോധാത്മകം എന്നാണ് നാരായണീന്ന് തുടങ്ങുന്നത്. അപ്പോൾ ആ സാന്ദ്രമായിട്ടുള്ള ആനന്ദം പിന്നെ നമ്മൾ അനുഭവിച്ചു തുടങ്ങും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് അനുഭവിച്ചറിയണം. ഭഗവാനോടിൻ്റെ കാലുകളിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു ദുഃഖവും ഒന്നും ബന്ധുക്കളോ ശത്രുക്കളോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ആരും നമ്മൾ സങ്കടപ്പെടുത്തില്ല എന്ന്. നമ്മുടെ കർമ്മം ഭഗവാനിൽ അർപ്പിതമായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഭഗവാനെ അവകാശപ്പെട്ട, ഭഗവാനാണ് തരുന്നത് എന്നുള്ള ആ ബ്രഹ്മയജ്ഞത്തോടുകൂടെ ഓരോ കർമ്മങ്ങളും ചെയ്തു തുടങ്ങിയാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. മോക്ഷം എന്ന് പറഞ്ഞത് മരിച്ചതിന് ശേഷം അനുഭവിക്കേണ്ട ഒന്നല്ല. ഇവിടെ ജീവിച്ചുകൊണ്ട് പരമാനന്ദമായിട്ടുള്ള സുഖം ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖമാണ്, ആ പരമമായിട്ടുള്ള ആനന്ദമാണ് മോക്ഷം. രസോ വൈസഹ എന്നാണ് തൈത്തരീയോപനിഷത്തിൽ. രസമാണ് ഭഗവാൻ, ആനന്ദമാണ്, അതാണ് ഭഗവാൻ. ഇതാണ് ഭാഗവത്തിനൊരു പ്രത്യേകത. നൈമിഷാരണ്യം നമ്മൾ പഠിച്ചു. പിന്നെ പരീക്ഷത്തല്ലേ ഇത് കേട്ടത്. പരീക്ഷത്തിന് എന്തായിരുന്നു യോഗം? പാമ്പ് കടിച്ചിട്ട് മരിക്കാനുള്ള യോഗ അല്ലേ? അപമൃത്യുവിൻ്റെ യോഗമാണ്. അപമൃത്യു സംഭവിക്കാനായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. ഞാനിനി എന്താ ചെയ്യുക? മരണത്തെ ഇങ്ങനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഗംഗാതീരത്ത് പോയിട്ട് ദർഭ വിരിച്ചിട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്നു ഇത്രേ മരണത്തെ കൈവരിക്കാനായിട്ട്. മനസ്സിൽ മുഴുവൻ സങ്കടം. കാരണം എന്താ, നമുക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ നമുക്ക് മരണം എപ്പോഴാണ് വരികയെന്ന്? പക്ഷെ പരീക്ഷത്ത് മുൻകൂട്ടി അറിഞ്ഞു. 7 ദിവസമേ ഉള്ളൂ. 7ാമത്തെ ദിവസം പാമ്പ് കൊത്തി മരിക്കും. എല്ലാം ഉപേക്ഷിച്ചു, കൊട്ടാരം നമുക്ക് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്ന് ഗംഗാതീരത്തെ ദർഭ വിരിച്ചിരുന്നപ്പോഴാണ് എങ്ങനെയാണ് ഞാൻ ഇനി മുമ്പോട്ട് പോവുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, മരണത്തെ കാത്തിരിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് കർമ്മം ചെയ്താലാണ് എനിക്ക് മോക്ഷം കിട്ടുക, പാമ്പ് വന്ന് എന്നെ എന്തായാലും കടിക്കും, ഞാൻ എന്താണ് ചെയ്യാന്നിരുന്നപ്പോഴാണ് ശ്രേഷ്ഠനായിട്ടുള്ള ശുഗബ്രഹ്മർഷി അവിടേക്ക് വരിക. ശുഗബ്രഹ്മർഷി 7 ദിവസം കൊണ്ട് ഭാഗവതമാണ് ഉപദേശിച്ചു കൊടുത്തത്, ഭാഗവതമാണ് പറഞ്ഞു കൊടുത്തത്. അതാണ് ഭാഗവത സപ്താഹം. 7 ദിവസം കൊണ്ട് നമ്മൾ വായിച്ചു തീർക്കുക. ഈ ഭാഗവതം ശ്രവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അപമൃത്യുവിൻ്റെ യോഗമുള്ള പരീക്ഷത്തിന് അപമൃത്യു അല്ല അവിടെ സംഭവിച്ചത് എന്നാണ്. അവസാനം ഈ തത്വജ്ഞാനം അകത്ത് തെളിഞ്ഞു. ഞാൻ എൻ്റെ ശരീരത്തിനല്ല നാശം, എൻ്റെ ശരീരമാണ് നശിക്കുന്നത്, ആത്മാവ് നശിക്കുന്നില്ല. എൻ്റെ ആത്മാവ്, എൻ്റെ കർമ്മം തീരുമ്പോൾ എൻ്റെ ശരീരം മാത്രമേ ഉപേക്ഷിക്കപ്പെടുന്നുള്ളൂ. മരണഭയം ഇല്ലാണ്ടായി. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അവസാനം ആ ഗംഗാതീരത്ത് വെച്ചിട്ട് തക്ഷകൻ വന്ന് കൊത്തുമ്പോൾ അഗ്നി കത്തിപ്പോവുക ചെയ്യുന്ന ശരീരം. നമ്മളെന്താ ചെയ്യുക? മക്കൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കന്നല്ലേ ചെയ്യുക. അപ്പോൾ ഒരു പുത്രൻ്റെ ധർമ്മമാണ് അവിടെ തക്ഷകൻ ചെയ്തത്. അങ്ങനെ ആ പരീക്ഷത്തിന് അവിടെ മോക്ഷം കിട്ടി, ബ്രഹ്മസായുജ്യം കിട്ടി. ഒരു സങ്കടവും ഇല്ലാതെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് പരീക്ഷിത്ത് മരിച്ചത്. അത് പറഞ്ഞു കൊടുത്തത് ആരാ? വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ശുഗബ്രഹ്മർഷിയാണ്. ശുഗബ്രഹ്മർഷിയുടെ കാര്യം പറയുമ്പോൾ വ്യാസൻ്റെ പുത്രനാണ്. വ്യാസമഹർഷിയിൽ നിന്ന് അച്ഛൻ തന്നെയാണ് ആദ്യത്തെ ഗുരു. അച്ഛൻ്റെ അടുത്തിൽ നിന്ന് എല്ലാ വിദ്യാഭ്യാസങ്ങളൊക്കെ നേടി അച്ഛൻ പറഞ്ഞു, മകനെ, ഈ സുഖവും ഐശ്വര്യവും ഈ നമ്മൾ അനുഭവിക്കുന്ന സമ്പത്ത് ഇതൊന്നുമല്ല പരമമായിട്ട് നിലനിൽക്കുന്നത്. പരമമായിട്ട് നിലനിൽക്കുന്നത് ആ സത്യമാണ്, ഈശ്വരനാണ്. ആ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ മഹത്വം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് ആത്മജ്ഞാനം ഉപദേശിച്ചിട്ട് തന്നെയാണ് വ്യാസമഹർഷി ശുഗനെ വളർത്തിയത്. അച്ഛനാണ് ആദ്യത്തെ ഗുരു. അതിനുശേഷം നാരദ മഹർഷിയുടെ അടുത്ത് നിന്ന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ പഠിച്ചു. അതിനുശേഷം ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ആത്മജ്ഞാനം മനസ്സിലാക്കാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ജനക മഹാരാജാവിൻ്റെ ശ്രേഷ്ഠത എന്താണ്. ദശരഥനും ജനക മഹാരാജാവിൽ നമ്മളുടെ വ്യത്യാസം നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. ദശരഥ മഹാരാജാവ് കുറച്ച് ലൗകിക സുഖങ്ങളോട് ജീവിക്കുന്ന ഒരാളാണ്. ജനക മഹാരാജാവ് അങ്ങനെയല്ല, യജ്ഞം ചെയ്യലിനെ പണി. യജ്ഞം ചെയ്യുമ്പോൾ ആ രാജ്യം ഭരിച്ചത് ഇത് എൻ്റെ അല്ല, ഇത് ഭഗവാനോട് ഞാൻ ചെയ്യുന്നൊരു കർമ്മമാണ് എന്ന് വിചാരിച്ചിട്ട് ആ രാജ്യം തന്നെ ഭരിച്ചത്. സീതാദേവി പലപ്പോഴും രാമായണത്തിൽ അച്ഛനെക്കുറിച്ച് പറയുന്നുണ്ട്. ജനകൻ്റെ മകളാണ് ഞാൻ എന്ന് പല പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ആ ജനക മഹാരാജാവിൻ്റെ അടുത്ത് നിന്ന് ആത്മതത്വം മനസ്സിലാക്കിയിട്ട് ശുഗബ്രഹ്മർഷി തീരുമാനിച്ചു, ലോകത്തിലേക്ക് ഇറങ്ങി സഞ്ചരിക്കണം, ദേശാടനം ചെയ്യണം, വീട് വിട്ടു പോകണം. ശമ്യാപ്രാസം എന്ന് പറഞ്ഞ ആശ്രമം ഉപേക്ഷിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനായിട്ട് വീട് വിട്ടു പോകണമെന്ന് തീരുമാനിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതായത് നിഷ്കാമമായിട്ടുള്ള ഭക്തി, നിഷ്കാമമായിട്ടുള്ള കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഒരൊറ്റ പുത്രനേ ഉള്ളൂ. വ്യാസമഹർഷിക്ക് സഹിച്ചില്ല. പിന്നാലെ പോയി ശുഗാ ശുഗാ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പുറകെ പോയി. ശുഗബ്രഹ്മർഷി വിളി കേട്ടില്ല എന്ന് മാത്രമല്ല, പർവ്വതങ്ങളും ഗ്രാമങ്ങളും പുഴകളൊക്കെ താണ്ടി ഇങ്ങനെ പോയപ്പോൾ വ്യാസമഹർഷിയും പുറകെ പോയിത്രേ. അങ്ങനെ പോയ സമയത്ത്
ദേവഗംഗയായിട്ടുള്ള മന്ദാകിനിയിൽ കുറേ ആൾക്കാർ സ്ത്രീകളിങ്ങനെ കുളിക്കുക. ഇവർ പെട്ടെന്ന് ശുഗബ്രഹ്മർഷി കടന്നുപോയി, ഇവരുടെ യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. പക്ഷെ വ്യാസമഹർഷി കടന്നുപോയപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു, വസ്ത്രമൊക്കെ എടുത്തിട്ട് നാണം മറിച്ചു. അപ്പോൾ വ്യാസമഹർഷിക്ക് ഭയങ്കര അത്ഭുതമായി. ചോദിച്ചു, ഞാനൊരു പടുകളവനായില്ലേ, എൻ്റെ മകനല്ലേ ഇപ്പോൾ പോയത്, അവൻ്റെ മുമ്പിലില്ലാത്ത നാണം നിങ്ങൾക്ക് എന്താ എന്നോട് തോന്നാൻ കാരണം എന്നാണ് ചോദിക്കുക. അപ്പോൾ പറഞ്ഞു, ശുഗബ്രഹ്മർഷി ആത്മാരാമനാണ്, ബ്രഹ്മതത്വത്തെ അറിഞ്ഞവനാണ്. അങ്ങയിൽ ഇപ്പോഴും ഒരു ചെറിയ വിഷയാസക്തി ഉള്ളിലുണ്ട്, പക്ഷെ ശുഗബ്രഹ്മർഷി അങ്ങനെയല്ല, ആത്മാരാമനാണ്, സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നുള്ള ഭേദമില്ല, അതുകൊണ്ട് അങ്ങനൊരു കണ്ണിലൂടെ ഞങ്ങളെ കാണില്ല എന്ന് പറഞ്ഞ് അപ്പോഴാണ് മകൻ്റെ ശ്രേഷ്ഠത വ്യാസമഹർഷിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ശ്രേഷ്ഠനായിട്ടുള്ള ശുഗബ്രഹ്മർഷിയാണ് പരീക്ഷത്തിന് ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഈ സംസാര സാഗരണം തരണം ചെയ്തിട്ട് മോക്ഷത്തിലേക്ക് എത്താനായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളാകുന്ന ആ ഒരു ഭക്തിയോട് കൂടിയിട്ടുള്ള ഗ്രന്ഥം തന്നെയാണ് ഭാഗവതം. ആ പാദങ്ങളിൽ ആശ്രയിച്ചാൽ മാത്രമേ ഈ സംസാര സാഗരമാകുന്നൊരു തോണി നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് ഭാഗവതം. എത്രത്തോളം കേൾക്കാൻ പറ്റുമോ അത്രത്തോളം കേൾക്കുക, കഥകളിങ്ങനെ അനുസന്ധാനം ചെയ്യുക, വീണ്ടും വീണ്ടും ആ ചിന്തകളിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിതമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങും. ഭഗവാനിൽ അർപ്പിതമായിട്ടുള്ള മനസ്സ്, അതാണ് ഭാഗവതം എന്ന് പറയും. ഇനി പറയാൻ അപ്പോൾ ആ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് ഒരുപാട് സംശയങ്ങളുണ്ട്. അങ്ങനെ പരീക്ഷത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, ഈ ആസുരിക ശക്തികൾ കലികാലത്ത് അങ്ങനെയാണല്ലോ, പക്ഷെ കലികാലത്ത് വേറൊരു ഗുണമുണ്ട് കേട്ടോ. കലികാലത്ത് മോക്ഷത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം കലികാലത്താണ്. വലിയ വലിയ യജ്ഞങ്ങൾ യാഗങ്ങളൊന്നും ചെയ്യണ്ട, നാമസങ്കീർത്തനങ്ങൾ മതി. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ തന്നെ നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കും. മനസ്സ് ശുദ്ധമാവുമ്പോൾ ഭക്തിയോടുകൂടെ നമ്മൾ നാമസങ്കീർത്തനങ്ങൾ ചൊല്ലിത്തുടങ്ങും. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിതമായിട്ട് ചെയ്തു തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാൻ പറ്റും തന്നെയാണ് കലികാലത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഈ കലികാലത്തിൽ ആശ്രിത ശക്തികൾ വല്ലാതെ കൂടി ദ്വാപരയുഗത്തിൽ ഇതൊക്കെ സംഭവിച്ചു തന്നെയാണ്. കലികാലത്തിലാണ് ദ്വാപരയുഗത്തിൽ. അങ്ങനെ ഭൂമിയുടെ ഭാരം, കംസൻ ജരാസന്ധൻ പോലെയുള്ള അസുരന്മാരുടെ ഈ കംസൻ്റെ ഒക്കെ ശല്യം, പീഡ സഹിക്ക വയ്യാതെ ഭൂമിയുടെ ഭാരം വല്ലാതെ വർദ്ധിച്ചു. ഭൂമിദേവിക്ക് എന്താ ചെയ്യാന്ന് അറിയാണ്ടായി. അങ്ങനെയുള്ള സമയത്ത് ഒരു പശുവിൻ്റെ രൂപം എടുത്തിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഈ സങ്കടം പറഞ്ഞു, ഇങ്ങനെ ഭൂഭാരം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. ബ്രഹ്മാവ് എന്താ ചെയ്യുക, ഭൂമിദേവിയും കൂടെ കൂട്ടിയിട്ട് ശിവൻ്റെ അടുത്തേക്ക് വന്നു. ശിവൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക്, പാൽക്കടലിന് മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ക്ഷീരസാഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവിൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടം ഉണർത്തിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ആ ബ്രഹ്മാവിൻ്റെ സ്തുതി കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് ഇങ്ങനെ സമാധി അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മനസ്സിലൊരു അശരീരി വന്നു. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ഞാൻ ഭൂമിയിൽ അവതരിക്കുന്നുണ്ട്. കംസൻ പോലെയുള്ള ജരാസന്ധൻ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ നിഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ ഭാരത്തെ ഞാൻ കുറയ്ക്കും. ഇത് ഈ ഭൂമി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് പറഞ്ഞു, യോഗമായ യശോദയുടെ പുത്രിയായിട്ട് അവതരിക്കും, എൻ്റെ അനിയത്തിയായിട്ട് യശോദയുടെ പുത്രിയായിട്ട് അവതരിക്കുമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് എല്ലാ ദേവന്മാരോടും ഒക്കെ ഈ ഭൂമിയോടൊക്കെ സമാധാനമായിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവരെല്ലാം തിരിച്ച് സമാധാനമായിട്ട് പോയി. ഭഗവാന്റെ വരവ് പ്രതീക്ഷിച്ചിട്ട് അന്ന് മുതൽ ഭൂമി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഭഗവാനെ സ്വീകരിക്കാനായിട്ട്. എന്നിട്ട് യോഗമായയോട് പറഞ്ഞു, ദേവിയോട് പറഞ്ഞു, ദേവി യോഗമായയായിട്ട് അവതരിക്കണം, പുത്രിയായിട്ട്, യശോദയുടെ പുത്രിയായിട്ട് അവതരിക്കണം. അതുപോലെ യാദവന്മാരൊക്കെ ഭഗവാന്റെ അംശങ്ങളെ യാദവന്മാരായിട്ട് അവതരിക്കണം. ദേവസ്ത്രീകൾ ഗോപികളായിട്ട് അവതരിക്കണം. എത്ര കാലം ഭഗവാൻ ഭൂമിയിലുണ്ടോ അത്ര കാലം ഇവരൊക്കെ ഭഗവാന്റെ സഹായത്തിനായിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ അവതാരം കാത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാൻ ഇപ്പോൾ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും കാത്തിരുന്നു എന്നാണ് പറയുന്നത്. വൃക്ഷങ്ങളും പൂക്കളും കുയിലും പക്ഷികളും മയിലും മാനും പശുക്കളും എല്ലാവരുടെയും ആരവങ്ങളൊക്കെ ആയിട്ട് ഭൂമി ഇങ്ങനെ പൂത്തുലഞ്ഞ് വൃക്ഷങ്ങളൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് താമര വരെ വിരിഞ്ഞിങ്ങനെ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയം.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവുക എങ്ങോട്ടാ? ഇങ്ങനെ ഈ ഭഗവാന്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പോകുന്ന മധുരയിലേക്കാണ്. മധുരാ നഗരം വല്ലാതെ അലങ്കരിച്ചിരിക്കുന്നു. മധുരാ നഗരത്തിൽ അലങ്കാരത്തോടു കൂടെ എല്ലായിടത്തും തോരണങ്ങളൊക്കെ കാണാം. ഒരു നല്ല രഥത്തിൽ വിവാഹം കഴിഞ്ഞ 2 വധൂവരന്മാർ വന്നുകൊണ്ടിരിക്കുക, ദേവകിയും വസുദേവരും. സാത്വിക ഗുണമുള്ള 2 പേര് വിവാഹം കഴിച്ചു. പക്ഷേ ഈ രഥത്തിൻ്റെ ഭംഗി ആൾക്കാർ നോക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചത് എവിടെയാ? തേര് തെളിക്കുന്ന യുവാവിനെ ആൾക്കാർ ശ്രദ്ധിച്ചത്. ഇതാരാണ് തേര് തെളിക്കുന്നത് എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, കംസനാണ്. ദേവകിയുടെ അനിയൻ ചേട്ടനായിട്ടുള്ള കംസൻ. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, ഓ കൊള്ളാലോ, കംസൻ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, അയാൾക്ക് സ്നേഹമുണ്ട് സഹോദരിയോട്. കംസൻ തന്നെയാണ് തേര് തെളിക്കുന്നത്. വിവാഹമൊക്കെ നടത്തി വെച്ചിട്ട് മധുരയിലേക്ക് കൊണ്ടുവരുന്നത് കംസൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ ദുഷ്ടനൊന്നും അല്ല കേട്ടോ കംസനാണ് തേര് തെളിക്കുന്നത്. എല്ലാവരുടെയും നോട്ടം കംസനിലേക്കാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ സഹോദരി എങ്ങനെ കൊണ്ടുവരാം. ആ സമയത്താണ് ആകാശത്തിലൊരു അശരീരി കേട്ടു. എടാ മൂഢ, നീ ഇപ്പോൾ നീ കൊണ്ടുപോകുന്ന തേര് തെളിച്ച് കൊണ്ടുപോകുന്ന ഇവരുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിട്ട് ഭവിക്കും. കേട്ട താമസം അസുരൻ, ആ തമോ ഗുണാണ്, ശക്തിയാണ് മനസ്സിൽ. കേട്ട താമസം അവിടെ നിന്ന് എഴുന്നേറ്റു, തേരൊക്കെ നിർത്തി എഴുന്നേറ്റ് ഉറയിൽ നിന്ന് വാളിങ്ങനെ വലിച്ചൂരിയിട്ട് ദേവകിയുടെ മുടി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് കൊല്ലാൻ റെഡിയായിട്ട് നിന്നു. നീ ഉണ്ടായാലല്ലേ നിനക്ക് മക്കളുണ്ടാവുള്ളൂ, നിന്നെ തന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് വാളൂരി നിന്നപ്പോൾ വസുദേവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കുറച്ച് നേരം ഒന്ന് പകച്ചു നിന്നിട്ട് അയാളുടെ കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞു, സഹോദരിയല്ലേ അങ്ങയുടെ, സ്ത്രീഹത്യയല്ലേ അങ്ങ് ചെയ്യുന്നത്, അതും ഈ വിവാഹ സമയത്ത്. അങ്ങ് വീരന്മാരാൽ പ്രശംസിക്കപ്പെടുന്നവനാണ്. ഇങ്ങനൊരു ഹത്യ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങയുടെ അയശസ്സുണ്ടാവും, അങ്ങയുടെ കീർത്തിയൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരരുത് എന്ന് പറഞ്ഞിട്ടും നമ്മളൊരു പ്രശ്നം വരുമ്പോൾ എന്താ ചെയ്യുക? സാമം, ദാനം, ഭേദം, ദണ്ഡം 4 രീതിയിൽ ശ്രമിച്ചു നോക്കൂല്ലേ? സാമം ഉപദേശിച്ച് നോക്കി കുറേ. ഇതെല്ലാം കഴിഞ്ഞ് കംസനുണ്ടോ, കംസൻ്റെ ചെവിയിലൊന്നും ഉൾക്കൊണ്ടില്ല. കംസനുണ്ടോ അത് കേൾക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവസാനം എങ്ങനെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ദേവകിയെ. അപ്പോൾ മനസ്സിലാലോചിച്ചു, എന്തായാലും ഉണ്ടാകുന്ന മക്കളെയൊക്കെ നമ്മുടെ കർമ്മഫലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഉണ്ടാകുന്ന മക്കളെയൊക്കെ ഇയാൾക്ക് അങ്ങോട്ട് കൊടുക്കാം, ഇയാൾ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, പിന്നെ ദേവകി ഒന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കംസനോട് പറഞ്ഞു, ദേവകി അല്ലല്ലോ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാം, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നത് 8ാമത്തെ പുത്രനല്ലേ. അപ്പം എത്ര മക്കളുണ്ടാവുന്നുവോ ഈ മക്കളെ മുഴുവൻ ഞാൻ അങ്ങയുടെ കാൽക്കൽ കൊണ്ട് സമർപ്പിക്കാം, അങ്ങക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കംസനൊരു സന്തോഷം തോന്നി. ശരിയാണ്, കാരണം പുത്രന്മാരൊക്കെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കൊന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ വധം എന്ന ഉദ്യമത്തിൽ നിന്ന് അയാൾ പിന്മാറി. അങ്ങനെ തിരിച്ചിവർ മധുരയിലേക്ക് പോയി, കൊട്ടാരത്തിലേക്ക് പോയി. അതിനുശേഷം 3 വർഷം കഴിഞ്ഞു. അപ്പോൾ വസുദേവരും ദേവിയൊക്കെ ഇയാൾ ഒരു തടവറയിൽ ഇട്ടിരിക്കുകയാണ്. കാരണം പ്രത്യേക നിരീക്ഷണത്തിലാണ്, കുട്ടികളുണ്ടായാൽ ഇയാൾക്ക് അറിയണം. അങ്ങനെ 3 വർഷം കടന്നു പോയപ്പോൾ വസുദേവര് കുട്ടിയുണ്ടായി. അവർക്ക് ആദ്യത്തെ പുത്രൻ ഉണ്ടായപ്പോൾ തന്നെ ദേവകിയോട് പറഞ്ഞു, അത്രേ കുഞ്ഞിൻ്റെ മുഖത്തിലേക്ക് അധിക നേരം നോക്കൊന്നും വേണ്ട, കാരണം കംസന് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ വളരെ സങ്കടത്തോടുകൂടെ, മനസ്സിൽ നല്ല സങ്കടമുണ്ട്, പക്ഷേ സത്യനിഷ്ഠനാണ്, സത്യവ്രതനാണ്, വാക്ക് പാലിക്കുന്നവനാണ്. അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് നേരെ കംസൻ്റെ അടുത്തേക്ക് പോയി. ദേവകി പ്രസവിച്ചു, അങ്ങേക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞാൻ തരികയാണ്. കംസൻ എവിടെയൊക്കെയോ ഒരു നന്മ ഉള്ള പോലെ അയാൾ കുഞ്ഞിനെ എടുത്ത് ലാളിച്ച് എന്നിട്ട് വസുദേവരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് വസുദേവരോട് പറഞ്ഞു, അങ്ങയുടെ സത്യനിഷ്ഠയെ ഞാൻ മാനിക്കുന്നുണ്ട്, 8ാമത്തെ പുത്രനല്ലേ എന്നെ കൊല്ലുള്ളൂ, അതുകൊണ്ട് ഈ കുട്ടി എൻ്റെ അനന്തരവനല്ലേ, ഇവൻ എന്നെപ്പോലെ ധീരനാവട്ടെ, ഇവനെ നിങ്ങൾ വളർത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കംസൻ വസുദേവരുടെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ വസുദേവരുടെ മനസ്സിൽ അപ്പോഴൊരു സംശയമുണ്ട്, കാരണം ഇയാളുടെ സ്വഭാവം എപ്പോഴാണ് മാറാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് കടന്നപ്പോൾ ഉണ്ട് നാരദ മഹർഷി വീണ്ടും അവിടെ വന്നു. ഭഗവാന്റെ അവതാര ഉദ്ദേശം നടക്കണം. നാരദ മഹർഷി അവിടെ എത്തിയിട്ട് പറഞ്ഞു, തനിക്ക് വല്ലാത്ത അപാര ധൈര്യം തന്നെയാണ്. അപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞ മഹർഷി? കൊല്ലാൻ റെഡിയായിട്ട് ഒരു കുഞ്ഞിനെ, നിങ്ങളുടെ അന്തകനാണ്, അങ്ങനെ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് ലാളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ പറഞ്ഞു, എങ്ങനെ ഈ കുട്ടി എന്നെ കൊല്ലുന്നത്, 8ാമത്തെ പുത്രനല്ലേ എന്നെ കൊല്ലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു,
താൻ 8ഉം പൊട്ടും തിരിയാത്തൊരു മൂഢനായല്ലോ. ഭഗവാന്മാർക്ക് എന്താ 8ഉം 10ഉം ഒക്കെ? ഈ കുട്ടികളൊക്കെ നമ്മൾ ഇങ്ങനെ നിരത്തി നിർത്തിയാലും, ഇങ്ങനെ നിരത്തി നിർത്തുമ്പോൾ ഇവിടെ നിന്ന് എണ്ണുമ്പോൾ അത് 8, അവിടെ നിന്ന് എണ്ണുമ്പോൾ ഇത് 8, എല്ലാം 8 തന്നെയല്ലേ? ഈ യാദവന്മാരും ഈ ഗോപികമാരും ഈ ജനിക്കാൻ പോകുന്ന എല്ലാവരും, ഈ ലോകത്തിലെല്ലാവരും ഭഗവാന്റെ അംശങ്ങൾ തന്നെ. ഭഗവാൻ തന്നെ പറഞ്ഞു വിട്ടേക്കണതാ. അതുകൊണ്ട് ഇവരാര് വേണമെങ്കിൽ തന്നെ കൊല്ലാം. 8ാമത്തെ പുത്രൻ 8ഉം പൊട്ടും തിരിയാത്തൊരു മൂഢനായിട്ട് താൻ ഇങ്ങനെ ജീവിക്കരുത്. അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ അപ്പപ്പ കൊല്ലുക നല്ലത്, അല്ലെങ്കിൽ തൻ്റെ അന്തകൻ തൻ്റെ ആയിരിക്കും നാശം എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി പറഞ്ഞിട്ട് പോയി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കംസന് തോന്നി ശരിയാണ് പറയുന്നത്. കാരണം ഭഗവാന് 8ഉം 10ഉം ഒന്നുമില്ല. എന്തായാലും എൻ്റെ നാശം വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നാണെന്നൊരു ബോധ്യം നാരദൻ പറയുകയും ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നാണ് അങ്ങ് മരിക്കാന്ന്, ഈ അഹങ്കാരം കാരണം. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ കംസന് പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. നേരെ വാസുദേവരുടെയും ദേവകിയുടെ അടുത്ത് പോയിട്ട് ആ കുഞ്ഞിനെ കൈകൊണ്ട് എടുത്ത് എറിഞ്ഞു കൊന്നു. അപ്പോൾ ആദ്യത്തെ കുഞ്ഞ്, അതിനുശേഷം ഇവരുടെ ബന്ധനസ്ഥരാക്കി കാവൽക്കാരെയൊക്കെ നിർത്തി കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ പറയാൻ. അങ്ങനെ 6 പേരെയും കംസൻ വധിച്ചു. അതിനുശേഷം 7ാമത് ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ യോഗമായോട് പറഞ്ഞു, ഈ ഗർഭത്തിനെ ഗോകുലത്തിലുള്ള നന്ദഗോപരുടെ ഭാര്യയായിട്ടുള്ള രോഹിണിയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗർഭത്തിനെ രോഹിണിയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചു അത്രേ. സംഘർഷണം, ആ ഗർഭത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതാണ് ബലരാമൻ, ഭഗവാന്റെ ജ്യേഷ്ഠ. സംഘർഷണൻ എന്നുള്ള പേരും കൂടെ ബലരാമനുണ്ട്. അങ്ങനെ രോഹിണിയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചു. ആ സമയത്ത് 7ാമത് ഗർഭം ധരിച്ച് എന്തായി നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് ഗർഭഛിദ്രം ഉണ്ടായതാണ് ഇവിടെയൊക്കെ മനസ്സിലായത്. അപ്പോൾ കംസന് വീണ്ടും ഒരു സംശയം, ഇനി ഉണ്ടാവുന്ന കുട്ടി 7ആണോ 8ആണോ? 7 ഗർഭഛിദ്രമായി, ഇനി 8ാമത്തെ പുത്രനല്ലേ എന്നെ കൊല്ലാൻ പോകുന്ന. ആ ഭഗവാന്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഭഗവാൻ തന്നെ അവതരിച്ചു. അങ്ങനെ ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ രോഹിണി നക്ഷത്രം, എല്ലാ നക്ഷത്രങ്ങളും ചേർന്ന് രോഹിണി നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന സമയത്ത് അഷ്ടമി തിഥി ദിവസം അർദ്ധരാത്രി സമയത്ത് ഭഗവാൻ ആ നീലമേഘശ്യാമള വർണ്ണൻ, ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ കണ്ണെടുക്കാൻ നമുക്ക് തോന്നില്ല, അങ്ങനെയുള്ള താമരക്കണ്ണൻ ദേവകിയുടെ ഗർഭത്തിൽ ആവിർഭവിച്ചു. അപ്പോൾ ഈ സമയത്ത് പ്രകൃതി, ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിദേവി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഭഗവാനെ സ്വീകരിക്കാനായിട്ട്. നദികളും പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകിയിത്രേ. നല്ല വെള്ളം ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിലും തെളിഞ്ഞ വെള്ളമായിരുന്നു. കാളിന്തി നദിയിൽ നുരയും പതയൊക്കെ വന്നു തുടങ്ങി. മേഘങ്ങൾ വർഷിച്ചു. പക്ഷികൾ, കുയിലുകൾ, മൃഗങ്ങൾ എല്ലാവരും സന്തോഷം കൊണ്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയുള്ള ഒരു അർദ്ധരാത്രിയിൽ രോഹിണി നക്ഷത്രമുള്ള ദിവസം ആ ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ, ദേവകിയിൽ ഭഗവാൻ സംജാതനായി. ശ്രീകൃഷ്ണൻ ഭഗവാൻ പൂർണ്ണ പുണ്യാവതാരം, പൂർണ്ണതമമായിട്ടുള്ള അവതാരം എന്നാണ്. പൂർണ്ണ പുണ്യാവതാരമായിട്ടുള്ള ഭഗവാൻ അവിടെ ആവിർഭവിച്ചു എന്നാണ്. അതുമാത്രമല്ല, ഭഗവാന്റെ ശോഭ കൊണ്ട് കാരാഗൃഹത്തിലൊക്കെ അങ്ങനെ വെളിച്ചായിരുന്നു എന്നാണ് പറയണം. മുഖത്തിൻ്റെ ശോഭ. കാവൽക്കാരൊക്കെ ഭഗവാന്റെ മായയിൽപ്പെട്ട് ഉറങ്ങിപ്പോയി, ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഭഗവാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചതുർബാഹു രൂപത്തിലാണ്, ബാലരൂപത്തിൽ ചതുർബാഹുവായിട്ട് ശംഖും ഗദയും ഒക്കെ കയ്യിലേന്തിക്കൊണ്ട് ചിരിച്ച് ഇങ്ങനെ സുന്ദര രൂപത്തിൽ അവിടെ അവതരിച്ചപ്പോൾ ആ ബാലകനെ വളരെ അത്ഭുതത്തോടുകൂടെ, വിസ്മയത്തോടുകൂടെ വസുദേവർ നോക്കി. കൺകുളിർക്കെ കണ്ടു. ഒരിക്കൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിങ്ങോട്ട് എടുക്കാൻ സാധിക്കില്ല, അത്രമാത്രം സൗന്ദര്യമുണ്ട്. എന്നിട്ട് പറഞ്ഞു, തം അദ്ഭുതം ബാലകമം പൂജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലത്തിഷാപരിഷുപ്ത സഹസ്രകുണ്ടളം ഉദ്ദാമ കാഞ്ചങ്കത കങ്കണാധിപിർവിരോചമാനം വസുദേവ യക്ഷതാൻ. ഭഗവാന്റെ ആ സുന്ദര രൂപത്തെ വർണ്ണിക്കുകയാണ് ഭാഗവതം. തലയിൽ വൈഢൂര്യം അണിഞ്ഞിട്ടുള്ള, വൈഢൂര്യം പതിച്ചിട്ടുള്ള കിരീടം, നല്ല ഭംഗിയുള്ള നെറ്റിത്തടം, താമര പോലെയുള്ള കണ്ണുകൾ, ചുവന്ന കവിൾത്തടം, കഴുത്തിലെ കൗസ്തുഭം, അതുപോലെ ശ്രീവത്സം കൊണ്ട് അലങ്കൃതമായിട്ടുള്ള മാറിടം, കാൽത്തളകൾ, കൈവളകൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ആ സുന്ദര രൂപം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അവിടെ. ആ അത്ഭുതമായിട്ടുള്ള ബാലനെ നോക്കിയിട്ട്
ആശ്ചര്യം, ഈ ഭഗവാൻ തന്നെയാണല്ലോ എൻ്റെ പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നത്, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണല്ലോ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടുകൂടെ ഭഗവാനെ സ്തുതിച്ചു വസുദേവർ. അങ്ങ് ലോകരക്ഷയ്ക്കായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്, അങ്ങ് ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്, അങ്ങ് ഈ എല്ലാ ദുർജനങ്ങളുടെ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാനാണ് അവതാരം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ കോമള രൂപത്തെ നോക്കിക്കൊണ്ടിരുന്നു. നമ്മളെന്നെ ആലോചിച്ച് നോക്കും, അമ്മയ്ക്ക് മക്കളുടെ മുഖത്ത് നോക്കിയാൽ കണ്ണെടുക്കാൻ സാധിക്കില്ല അല്ലേ? പക്ഷെ ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്ത് നോക്കിയാലോ പിന്നെ തിരിഞ്ഞു നോക്കാൻ കണ്ണെടുക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ ദേവകിയും ഭഗവാനെ സ്തുതിച്ചു, ഭഗവാനെ നോക്കി. ഇതന്നെ മേൽപ്പത്തൂര് ഭഗവാന്റെ ഒരു രണ്ടാമത്തെ ദശകത്തിൽ കിരീടമകുടോല്ലസത്, 9ാമത്തെ ദശകം, കിരീടമകുടോല്ലസത് കടകഹാര കേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം ഗളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്ത്വദൈ ഭാവയേ കമലജന്മനേ ദർശിതം. മേൽപ്പത്തൂർ പറയുന്നുണ്ട്, ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നുണ്ട് മേൽപ്പത്തൂർ. അതന്നെയാണ് തമദ്ഭുതം ബാലകം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഭഗവാൻ ആ ഇരുട്ട് ആ കാരാഗ്രഹത്തിൽ ജനിച്ചിരിക്കുകയാണ്. പൂർണ്ണ അവതാരമായിട്ടാണ് അവിടെ ജനിച്ചിരിക്കുന്നത്. അങ്ങനെ ദേവകിയും വസുദേവരും ഭഗവാനെ സ്തുതിച്ചു. ദേവകിയുടെ ഉള്ളിൽ സങ്കടമുണ്ട്, കംസൻ ഇപ്പോൾ വരും എന്നുള്ള സങ്കടം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇത്രേ, പൂർവജന്മത്തിൽ സ്വായംഭുവ മന്വന്തരത്തിൽ പൃഷ്ണിയുടെ ഭർത്താവായിട്ടുള്ള സുതപനായിരുന്നു വസുദേവർ. സുതപൻ പ്രജാപതിയായിരുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഇവരോട് സന്താനോൽപാദനത്തിന് വേണ്ടി പ്രജാസൃഷ്ടിക്ക് വേണ്ടി പറഞ്ഞപ്പോൾ ഇവർ 12 വർഷം തപസ് ചെയ്തു ഭഗവാനെ എന്നാണ്. തപസ് ചെയ്ത് ഭഗവാനോട് പറഞ്ഞു, അങ്ങേപ്പോലൊരു പുത്രനെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെപ്പോലൊരു ഒരാൾ വേറെ ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ മകനായിട്ട് ജനിക്കാം എന്ന് പറഞ്ഞിട്ട് പൃശ്നിഗർഭൻ എന്ന പേരിൽ ഭഗവാൻ അവർക്ക് പുത്രനായിട്ട് ജനിച്ചു. അടുത്ത ജന്മത്തിൽ വാമനാവതാരമായി കശ്യപ പ്രജാപതിക്കും അതിഥിയിടം പുത്രനായിട്ട് ജനിച്ചു. ആ ഞാൻ തന്നെയാണ് ഇപ്പോൾ കൃഷ്ണനായിട്ട് നിങ്ങളിൽ അവതരിച്ചിരിക്കുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണവർണം, കറുത്ത വർണ്ണം, നീലമേഘശ്യാമള വർണ്ണനാണ്, മേഘത്തിൻ്റെ കളറോട് കൂടിയവനാണ്. അതുപോലെ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്നവനാണ് ശ്രീകൃഷ്ണൻ. കാണുമ്പോൾ തന്നെ ഒരു ആഘോഷം തോന്നും അല്ലേ? ആ മധുരേ വൃന്ദാവനത്തിലും ഗോകുലത്തിലും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടാണ് കണ്ണൻ വളരുന്നത് ആ കൃഷ്ണൻ. അങ്ങനെ ഇവരുടെ പൂർവ്വ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദേവകി പറഞ്ഞു, ഇപ്പം തന്നെ കംസൻ വരും, അങ്ങ് ഈ ചതുർബാഹുരൂപമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ മനുഷ്യക്കുഞ്ഞായിട്ട് അവതരിച്ച ഈ പൂർവ്വജന്മത്തെ പറയാൻ എനിക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് പൂർവ്വജന്മം ഓർമ്മിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ രൂപത്തെ വെടിഞ്ഞിട്ട് ഒരു കുഞ്ഞിൻ്റെ രൂപമായിട്ട് മാറി. ആ സമയത്ത് പെട്ടെന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ എന്നിട്ട് പറഞ്ഞു, അങ്ങ് കംസനെ പേടിയുണ്ടെങ്കിൽ എന്നെ ഗോകുലത്തിൽ കൊണ്ടാക്കണം, നന്ദഗോപരുടെ അടുത്ത്, യശോദയ്ക്കും നന്ദഗോപരുടെ അടുത്താക്കിയിട്ട് യശോദയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ആ പെൺകുഞ്ഞിനെ അങ്ങ് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ വസുദേവർ കുഞ്ഞിനിങ്ങനെ പൊതിഞ്ഞ് കയ്യിലെടുത്തു, മാറോട് ചേർത്തു. അപ്പോൾ നല്ല മഴ, കോരിച്ചൊരിയുന്ന മഴയത്ത് ആ കാളിന്തി നദിയുടെ മുമ്പിലെത്തിയപ്പോൾ കാളിന്തി ഭഗവാന് വഴി മാറിക്കൊടുത്തു. ഇരുമ്പ് ചങ്ങലകളും എന്താ പറയുക, കാരാഗ്രഹത്തിലെ പൂട്ടുകളൊക്കെ താനേ തുറന്നു. അങ്ങനെ ഭഗവാൻ നന്ദഗോകുലത്തേക്ക് യാത്രയാവുകയാണ്. ആ സമയത്ത് ഈ ഘോരമായിട്ടുള്ള മഴയിൽ അനന്തൻ ഭഗവാന് കൊട ചൂടി, 5 പത്തിയുള്ള അനന്തൻ കൊടയായിട്ട് ഭഗവാനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ആ രക്ഷ ചെയ്ത്, മഴയിൽ നിന്ന് രക്ഷ ചെയ്ത് ഗോകുലത്തെത്തിയപ്പോൾ അവിടെയും ഭഗവാന്റെ മായ കൊണ്ട് എല്ലാവരും കിടന്നുറങ്ങുക. യശോദയും നല്ല ഉറക്കുക. അപ്പോൾ യശോദയുടെ അടുത്ത് നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുഞ്ഞ്, ഈ കുട്ടി അവിടെ കിടത്തി. ആ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് വസുദേവർ തിരിച്ചു വന്നു. യശോദ ഈ പ്രസവത്തിൻ്റെ ക്ലേശം അനുഭവിച്ചതുകൊണ്ട് തനിക്ക് ജനിച്ചത് പെണ്ണാണോ ആണാണോ എന്ന് പോലും അറിഞ്ഞില്ല. അതായത് ഭഗവാന്റെ മായയാണിതൊക്കെ. അങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പെൺകുട്ടി, ആൺകുട്ടി, നല്ല ഭംഗിയുള്ള ഒരു കുട്ടി അടുത്തിങ്ങനെ കിടക്കാം. അതുപോലെ നന്ദഗോപർ ഈ കുഞ്ഞിനെയും കൊണ്ട് കാരാഗ്രഹത്തിലെത്തി വീണ്ടും പഴയതുപോലെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അവിടെ കിടന്നു. കുട്ടിയുടെ നിലവിളി, കുട്ടി പെട്ടെന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ കംസന്റെ കാവൽക്കാരൊക്കെ ഉണർന്ന് കംസനെ ചെന്ന് അറിയിച്ചുതാ നിന്റെ അന്തകൻ അവിടെ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ
കിടന്നുറങ്ങി ഇരുന്ന കംസൻ പെട്ടെന്ന് എഴുന്നേറ്റ് തലമുടി പോലും കെട്ടിവെച്ചില്ല. ആ അട്ടഹാസത്തോടുകൂടെ ഓടി വന്നു കുഞ്ഞിനെ കാണാൻ, കൊല്ലാനായിട്ട്. ഇവിടെ ഓടി വന്നപ്പോൾ എന്താ, പെൺകുഞ്ഞാണ്. അപ്പോൾ ദേവകി ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു അത്രേ, കംസ, ഈ കുട്ടിയെങ്കിലും നീ ഉപദ്രവിക്കരുത്, ഇവള് പെൺകുട്ടിയല്ലേ, ആൺകുട്ടിയല്ലേ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞത്. എൻ്റെ എല്ലാ മക്കളെയും നീ കൊന്നു, 6 മക്കളെയും നീ കൊന്നു, ഇവളെങ്കിലും എനിക്ക് തിരിച്ചു തരണം. ഈ പെൺകുഞ്ഞിനെ മുഖം കാണുമ്പോൾ നിനക്ക് കൊല്ലാൻ തോന്നുന്നു, ഇവളെങ്കിലും നീ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കംസനോട് കാൽ പിടിച്ച് അപേക്ഷിച്ചപ്പോഴും അയാൾ ഇതൊന്നും ചെയ്യിക്കൊണ്ടില്ല. ഈ കുഞ്ഞിൻ്റെ കാല് പിടിച്ചിങ്ങനെ പൊക്കിയെടുത്ത് കല്ലിലടിക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞ് കയ്യിൽ നിന്ന് അങ്ങോട്ട് വഴുതി മുകളിലേക്ക് പോയി. എന്നിട്ട് ദേവിയുടെ രൂപം 8 ഭുജങ്ങളുള്ള ഒരു ദേവിയുടെ രൂപം യോഗമായായിട്ട് അവതരിച്ചിട്ട് പറഞ്ഞു അത്രേ, മൂഢ, ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിരപരാധിയായ കുഞ്ഞുങ്ങളെ നീ എന്തിനാണ് വധിക്കുന്നത്? ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അപ്രത്യക്ഷമായി. ഇത് കേട്ടപ്പോൾ കംസന് ഉള്ളിലൊരു പശ്ചാത്താപം ഉണ്ടായി. എന്തായാലും എൻ്റെ അന്തകൻ മഹാവിഷ്ണു ഇവിടെ എവിടെയോ ജനിച്ചു, ഞാൻ ഈ ദേവകിയുടെ എല്ലാ പുത്രന്മാരെയും ഞാൻ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവരോട് പശ്ചാത്തപിക്കുന്നുണ്ട് കംസൻ. എന്നിട്ട് അതുമാത്രമല്ല, ആത്മോപദേശം, ഒരു തത്വം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം മരണം, ജനന മരണ ഒക്കെ സംഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ മക്കൾ മരിച്ചുപോയി എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ബന്ധനത്തിൽ നിന്ന് വിമുക്തനാക്കി. എന്നിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം മന്ത്രിസഭാ യോഗമൊക്കെ കൂടിയിട്ട് മന്ത്രികളോടൊക്കെ ഈ വിവരം പറഞ്ഞു. ഇങ്ങനെ യോഗമായി ദേവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അന്തകൻ ഇവിടെ ജനിച്ചിട്ടുണ്ട്, എൻ്റെ അന്തകൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കേൾക്കണോ പൂരം. കാരണം മന്ത്രിമാരെല്ലാം ഇയാളെ പോലെ ദുഷിച്ച വർഗ്ഗങ്ങൾ തന്നെയാണ്, എല്ലാം ദുഷ്ട ഉപദേശം മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ കംസനോട് പറഞ്ഞു അത്രേ, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. കാരണം രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ നമ്മൾ ശുശ്രൂഷിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും. അതുപോലെ ദേവന്മാർ നമുക്ക് വിരോധികളാണ്. മഹാവിഷ്ണുവിൻ്റെ കാര്യം എടുക്കണ്ട, മഹാവിഷ്ണു ഒരു കള്ളനാണ്, കള്ളനെ പോലെ ഒളിഞ്ഞിരുന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ. ശിവനാണെങ്കിൽ ഏതു നേരം കാട്ടില്ല, തപസ്സാണ്. ബ്രഹ്മാവാണെങ്കിൽ യജ്ഞത്തിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് ഈ ദേവന്മാരങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനൊരു അശരീരി ഉണ്ടായതുകൊണ്ട് നമ്മളൊന്ന് കരുതിയിരിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ 10 ദിവസത്തിലുണ്ടായ എല്ലാ കുട്ടികളെയും നമുക്ക് വധിച്ചു കളയാവും എന്നൊരു തീരുമാനമാണ് ഇവരെടുക്കുക. അതുമാത്രമല്ല, ബ്രാഹ്മണരെയും പശുക്കളെയും ദേവന്മാരെ കീർത്തിക്കുന്ന, ദേവന്മാർക്ക് യജ്ഞങ്ങൾ ചെയ്യുന്ന എല്ലാ തപസ്സികളെയും പശുക്കളെയും ഒക്കെ നമുക്ക് നശിപ്പിക്കാം. യാദവ കുലത്തെ തന്നെ നമുക്ക് നശിപ്പിക്കാമെന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ കംസൻ ഇത് കേട്ടപ്പോൾ സത്യമാണെന്ന് തോന്നി. കാരണം തലേ ദിവസം പശ്ചാത്താപമൊക്കെ തോന്നിയെങ്കിലും തൻ്റെ ആയുസ്സാണ് വലുത്, അല്ലേ? ആയുസ്സിന് ഭീതിയായിട്ട് നിൽക്കുന്ന ദേവന്മാരെ നശിപ്പിക്കുക തന്നെ വേണം. അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ തയ്യാറാക്കി, അസുരന്മാരെയൊക്കെ തയ്യാറാക്കി, പൂതനെയൊക്കെ തയ്യാറാക്കി, കൊല്ലാനായിട്ട് തയ്യാറാക്കി. ഈ സമയത്ത് ഗോകുലത്തിലെന്താ, ആ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഗോകുലത്തിലെ എല്ലാ ഗോപികമാരും ഗോപന്മാരൊക്കെ ഗോപന്റെ ഗൃഹത്തിൽ തന്നെ. അവർക്ക് വീട്ടുജോലി ചെയ്യാൻ പോലും സമയമില്ല. എല്ലാവരും കൃഷ്ണൻ്റെ അടുത്ത് തന്നെ ഭഗവാന്റെ ഭംഗി ആസ്വദിച്ച് ഭഗവാൻ ഓരോ വിശിഷ്ട വസ്തുക്കളൊക്കെ നൽകിയിട്ട് കണ്ണനിങ്ങനെ ആഘോഷിക്കാൻ. നന്ദഗോകുലത്തിലെ സമൃദ്ധിയും സന്തോഷവും ഇങ്ങനെ നിറകൊണ്ടുതാണ്. അതിലിങ്ങനെ ആനന്ദത്തിൽ തിമിർത്താടി നടന്നു ഈ ഗോകുലത്തിലുള്ള ആൾക്കാരൊക്കെ. അങ്ങനെ ഭഗവാന്റെ ഓരോ ചലനങ്ങളും കൈയിട്ടടിക്കുന്നതും കളികളും ഒക്കെ നോക്കി ഗോപസ്ത്രീകൾ എന്നും ഉണ്ടാവും യശോദയുടെ കൂടെ. ആ കുഞ്ഞു ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂതന നല്ലൊരു സുന്ദരിയുടെ വേഷത്തിൽ ആകാശമാർഗം വന്ന് കുട്ടികളൊക്കെ കൊന്നുകൊണ്ടിരിക്കുക. വിഷം ഗമിച്ച പാല് കൊടുത്തിട്ട്, വിഷപൂരിതമായിട്ട് പാല് കൊടുത്തിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകൊണ്ട് അവസാനം നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി. അപ്പോഴാണ് കണ്ടത്, ആ അത്ഭുതമായിട്ടുള്ള ബാലനെ കണ്ടു. മനസ്സിൽ തോന്നി, ഇത് തന്നെയാണ് കംസൻ്റെ അന്തകൻ എന്ന് പറഞ്ഞിട്ട് ഈ പൂതനെ കണ്ടപ്പോൾ ലക്ഷ്മി ദേവിയുടെ രൂപമായിരുന്നു അത്രേ. അപ്പോൾ ആരും തടഞ്ഞില്ല, അത്രയ്ക്ക് സൗന്ദര്യം ആ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ കുഞ്ഞിനെടുത്ത് മടിയിൽ വെച്ചിട്ട് സന്തോഷത്തോടു കൂടെ ആ വിഷപൂരിതമായിട്ടുള്ള പാല് കൊടുത്തു. അപ്പോൾ ഭഗവാൻ അറിയാം ഇത് പൂതനയാണ്, എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ എന്താ ചെയ്തത്, കൈകൊണ്ട് ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട്, സ്ഥലങ്ങളെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് പാല് മാത്രമല്ല അവരുടെ പ്രാണനെ വരെ അപഹരിച്ചു, പ്രാണനെ വരെ കുടിച്ചെടുത്തു എന്നാണ്. വേദന സഹിക്കാൻ വയ്യാതെ പൂതന നിലവിളിക്കുന്നൊരു രംഗമുണ്ട് ഭാഗവതത്തിൽ. അങ്ങനെ
അവസാനം ഭഗവാന്റെ പിടി നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ആ പൂതന സ്വന്തം രൂപമെടുത്തിട്ട് ഒരു പർവ്വതാകാരമായിട്ട് തീർന്നിട്ട് അവിടെ ചത്ത് മലർന്ന് കിടന്നു ഇങ്ങനെ ആ മുറിക്കകത്ത് ഭഗവാന്റെ ആ ഗോകുലത്തിൽ ഭഗവാന്റെ അടുത്ത്. അപ്പോഴാണ് ഗോപസ്ത്രീകളൊക്കെ ശബ്ദം കേട്ട് ഓടി വരും, ആരാണ് എന്താണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഉണ്ണിക്കണ്ണൻ പൂതനയുടെ മുകളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, നിന്നിങ്ങനെ കളിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ദൈവാധീനം, ഒന്നും സംഭവിച്ചില്ല, നമ്മൾ ഒരുപാട് ഭഗവാനെ രക്ഷയ്ക്ക് വേണ്ടി, കുഞ്ഞിനെ രക്ഷയ്ക്ക് വേണ്ടി, കണ്ണനെ രക്ഷയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അത്ഭുതമായിട്ട് കുഞ്ഞിനെ വാരിയെടുത്ത് അങ്ങനെ ആ പൂതനയ്ക്ക് അവിടെ മോക്ഷം കിട്ടിയെന്നാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ചു. അതുമാത്രമല്ല, ഭഗവാന് സ്തന്യം കൊടുത്തത് കൊണ്ട്, ഭഗവാനാണ് ആ പാല് കുടിച്ചത് കൊണ്ട് പൂതനയ്ക്ക് അവിടെ മോക്ഷം കിട്ടിയെന്നാണ്. അപ്പോൾ ഭഗവാനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഭഗവാന് നിവേദ്യം അർപ്പിച്ച, ഭഗവാനെ അമ്മയായിട്ട്, ഭഗവാനെ മകനായിട്ട് കരുതുന്ന അമ്മമാരുടെ അവസ്ഥ പിന്നെ പറയാനുണ്ടോ യശോദയുടെ? കാരണം വിഷം കൊടുത്ത് ഭഗവാനെ കൊല്ലാൻ വന്ന പൂതനയ്ക്ക് പോലും മോക്ഷമാണ് കിട്ടിയത്. പൂതനയുടെ ശരീരം ഇവർ കഷ്ണമാക്കി, മുറിച്ച് കഷ്ണമാക്കിയിട്ട് കൊണ്ട് ദഹിപ്പിച്ച് കളഞ്ഞപ്പോൾ നല്ല സുഗന്ധം മാത്രമേ അതിന് വന്നത്, അഖിലിൻ്റെ സുഗന്ധം. അപ്പോൾ അതാത് ആ ഒരു മുക്തി, മോക്ഷത്തിലേക്ക് അവർ എത്തിയെന്നാണ് ഭഗവാന് സ്തന്യം കൊടുത്ത്, പാല് കൊടുത്തത് കൊണ്ട്. അങ്ങനെ ആ ഒരു ആപത്തിൽ നിന്ന് ഭഗവാൻ രക്ഷപ്പെട്ടു. അതിനുശേഷം ഇതുപോലെ ഭഗവാന്റെ പക്കപ്പിറന്നാളും ഉണ്ണിക്കണ്ണൻ്റെ, കൃഷ്ണൻ്റെ പക്കപ്പിറന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു. ഉത്സവം തന്നെയാണ് ഗോകുലത്തിൽ എല്ലാ ദിവസവും. സദാ കീർത്തനങ്ങളും ഭഗവാന് വേണ്ട തൈരും വെണ്ണയും ഒക്കെ കടയിൽ തന്നെയാണ് ഗോപികമാരുടെ ജോലി. ഇവർക്കൊന്നും വീട്ടുപണി ചെയ്യാൻ സമയമില്ലാതെ, പ്രത്യേകിച്ച് യശോദയ്ക്കൊക്കെ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും, ഭഗവാന്റെ ഒരു പക്കപ്പിറന്നാളാണ്, ഇവരെല്ലാവരും നന്ദഗോകുലത്തിലേക്ക് എത്തി. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഉമ്മർത്ത് കിടത്തിയിട്ട് യശോദ ഇവരൊക്കെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാന് വിശന്നു, ഉണ്ണിക്കണ്ണന് വിശന്നപ്പോൾ കാലിട്ട് ഇങ്ങനെ തട്ടി. അപ്പം എന്താ സംഭവിച്ചത്? അവിടെ ഉണ്ടായിരുന്ന ഒരു ശകടം, ഒരു വണ്ടി തകർന്ന് തരിപ്പണമായി താഴോട്ട് വീണു. അതുമാത്രമല്ല, ആ വണ്ടിക്കകത്തിരുന്ന എല്ലാ പാത്രങ്ങളൊക്കെ താഴെ വീണ് ഉടഞ്ഞു പോയി. അപ്പോഴാണ് ഈ ശബ്ദം കേട്ടിട്ട് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ അവിടെ കിടക്കണു, വണ്ടി അവിടെ തകർന്ന് വീണ് കിടക്കുക. അപ്പോഴും പറഞ്ഞു, അയ്യോ ഭാഗ്യമായി, ഇത് കണ്ണൻ്റെ പുറത്ത് വീണില്ലല്ലോ, ഇവിടെയും കണ്ണൻ രക്ഷപ്പെടുത്തി, ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്ന കുട്ടികൾ പറഞ്ഞു അത്ര, ഇത് കണ്ണൻ്റെ കാലുകൊണ്ട് തന്നെയാണ് ഇത് പ്രഹരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയണത് ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ ശകടം, ഭഗവാന്റെ ഈ പാദങ്ങളെയല്ലേ നമ്മൾ ആശ്രയിക്കുന്നത്, ഈ പാദങ്ങളുടെ ഒരു ശക്തി നമുക്ക് പറയാനുണ്ടോ? ആ പാദങ്ങളെ ആശ്രയിച്ചാൽ നമ്മൾ ഈ സംസാര സാഗരം തരണം ചെയ്യുന്നത്. ആ കുഞ്ഞു പാദങ്ങൾ കൊണ്ട് ആ ശകടം അവിടെ തകർന്നു ധരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അടുത്തത് എന്താ സംഭവിക്കുക? ഇത് കംസൻ്റെ ആൾക്കാരാണ് ഇത് മുഴുവൻ വരുന്നത്. കാരണം ഈ ഭഗവാനെ എങ്ങനെയെങ്കിലും കൊല്ലണം, ആ ഒരു ചിന്തയിലാണ് കംസൻ. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു ദിവസം ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ തൃണാവർത്ത അസുരൻ്റെ മരണം, തൃണാവർത്തവധം നമ്മൾ കേട്ടിട്ടുണ്ട്. തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഗോകുലത്തിൽ വന്നു. ഗോകുലത്തിൽ വരിക മാത്രമല്ല, അവിടെ മുഴുവൻ പൊടിപടലങ്ങൾ പടർത്തി ഈ അവിടെയുള്ള ജനങ്ങൾക്കൊന്നും കണ്ണ് കാണാതെ ഗോപികമാർക്ക്. ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി ഇത്ര ആ ചുഴലിക്കാറ്റ്. യശോദ വന്ന് നോക്കുമ്പോൾ കൃഷ്ണനെ കാണാനില്ല. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് യശോദ പാല് കൊടുത്തിരുന്നപ്പോൾ ഭഗവാന്റെ ഭാരം വല്ലാതെ കൂടിയപ്പോൾ നിലത്തെടുത്ത് കിടത്തിയിട്ട് പോയതാ. ആ സമയത്താണ് തൃണാവർത്തം വരുന്നത്. അപ്പോൾ തൃണാവർത്തൻ ഇങ്ങനെ ചുഴലിക്കാറ്റ് ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോയപ്പോൾ കൃഷ്ണൻ്റെ ഭാരം ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചു. കൃഷ്ണനെ മുകളിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്നില്ല, താഴേക്കും കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അയാൾ അവിടെ നിന്നുപോയി. കൃഷ്ണനാണെങ്കിൽ, ഉണ്ണിക്കണ്ണനാണെങ്കിൽ കഴുത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചേക്കാ തൃണാവർത്തൻ്റെ, ആ കൈ വിട്ടില്ല. അപ്പോൾ വേദന സഹിക്ക വയ്യാതെ അയാൾ നിലം പതിച്ചു. ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ചെന്ന് പതിച്ചതത്രേ, ചിന്നിച്ചിതറി ദേഹം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരൊക്കെ ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം കൊണ്ട് ഇവർക്കൊക്കെ പരമഗതിയെ പ്രാപിച്ചു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തൃണാവർത്ത വധത്തിൽ നിന്നും ഭഗവാൻ രക്ഷപ്പെട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. എന്തിനാ കൃഷ്ണനെ കൊല്ലാനായിട്ട് ഇത്രയും പേര് വരുന്നത്? അതോട് പൂജകളും ഒക്കെ നമ്മളിവിടെയൊക്കെ എന്താ ചെയ്യുക, ചരട് ജപിച്ചൊക്കെ കെട്ടില്ലേ, അതുപോലെ ഓരോ മന്ത്രപൂരിതങ്ങളായ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു, തീർത്ഥം തെളിച്ചു, പൂജകളൊക്കെ നടത്തി ഭഗവാനെ വേണ്ട എല്ലാ രക്ഷകളും ഗോപികമാരും ഗോപന്മാരും യശോദയും രോഹിണിയും വസുദേവരെല്ലാം കൂടെ ചെയ്തു. അങ്ങനെ കണ്ണൻ ഓരോ സമയത്ത് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശുഗബ്രഹ്മർഷിക്ക് ഒരു സംശയം. ശുഗബ്രഹ്മർഷി ചോദിച്ചു, പാല് കൊടുക്കാൻ, കൃഷ്ണന് പാല് കൊടുക്കാനുള്ളൊരു യോഗം, ഒരു ഭാഗ്യം, ഈ പരബ്രഹ്മത്തെ വളർത്താനുള്ളൊരു ഭാഗ്യം എങ്ങനെ യശോദയ്ക്ക് നന്ദഗോപർക്കും കിട്ടിയത്? നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ,
என்ன தவம் செய்தனே യശോദ എന്ന തവം ചെയ്തനേ. എന്ത് തപസ് ചെയ്തിട്ടാണ് യശോദയ്ക്ക് ഈ പരബ്രഹ്മത്തെ മകനായിട്ട് കിട്ടിയതെന്നൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംശയം തന്നെയാണ് ശുഗബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു വസുദേവ, അത് വസുപ്രവരനായിരുന്ന മഹാഭാരത ദ്രോണാചാര്യരല്ല കേട്ടോ, വസുപ്രവരനായിട്ടുള്ളൊരു ദ്രോണരും ധരയും കൂടെ ബ്രഹ്മാവൻ പറഞ്ഞു അത്രേ ഭൂമിയിൽ അവതരിക്കണം, ഭഗവാന്റെ ലീലകൾക്ക് സഹായിക്കാനായിട്ട് വസുപ്രവരനായിട്ടുള്ള ദേവനായിട്ടും ദ്രോണരോടും ധരയോടും ഭൂമിയിൽ അവതരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഭൂമിയിൽ ഞങ്ങൾ അവതരിക്കാം, ഒറ്റ കാര്യമേ വേണ്ടൂ, ഹരിയിലുള്ള ഭക്തി ഞങ്ങളിൽ നിരന്തരം ഉണ്ടായിരിക്കണം, ഭഗവാന്റെ കാൽക്കൽ ഭക്തിയുള്ളവരായിട്ട് വേണം ഞങ്ങൾ ജനിക്കാൻ. അങ്ങനെ ആ വസുപ്രവരനായിട്ടുള്ള ദ്രോണർക്കും ധരയുമാണ് നന്ദഗോപുരം യശോദയായിട്ട് ജനിച്ചത്. അതാണ് അവർക്ക് ഭഗവാനോട് ഇത്രയധികം വാത്സല്യം. അങ്ങനെ കൃഷ്ണന്റെ ലീലകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗർഗമുനി അവിടെ എത്തി. ഗർഗമുനി ആരാ? യാദവരുടെ ആചാര്യനാണ്. ഹലോ, പറഞ്ഞു പോയോ? ഹലോ, കറണ്ട് പോയി എന്താണെന്ന് അറിയില്ല, ശബ്ദം കേൾക്കാൻ. ആ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കറണ്ട് പോയിട്ടില്ലല്ലോ അല്ലേ? ഹലോ ഹലോ ആ അങ്ങനെ യാദവരുടെ ആചാര്യനായിട്ടുള്ള ഗർഗമുനി ഒരിക്കൽ എത്തിയപ്പോൾ വസുദേവർ പറയും, നന്ദഗോപർ പറയും, അങ്ങ് ഭഗവാന്റെ നാമം പേരിടൽ അങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗർഗമുനി പറഞ്ഞു, ഞാൻ യാദവരുടെ ആചാര്യനാണ്, ഞാൻ ഭഗവാനെ നാമകരണം ചെയ്താൽ സംശയിക്കപ്പെടും, വസുദേവരുടെ പുത്രനാണോ എന്ന് സംശയം തോന്നും, അതുകൊണ്ട് ഞാനത് ചെയ്യാണ്ടിരിക്കുകയാണ് ഉചിതം എന്ന് പറഞ്ഞപ്പോൾ ആരും അറിയാതെ അങ്ങ് നാമകരണം ചെയ്യണമെന്ന് പറഞ്ഞു, ഭഗവാന്റെ നാമകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ബന്ധുക്കളും ആരും അറിയാതെ നാമകരണം ചെയ്തു. എല്ലാവരെയും ഇങ്ങനെ സന്തോഷിപ്പിക്കുകയും അതിബലവാനായിട്ട് ഉള്ളവനായതുകൊണ്ട് ജ്യേഷ്ഠന് ബലരാമൻ എന്ന് പേരിട്ടു. രാമൻ എന്ന് പറഞ്ഞാൽ എന്താ? രമിപ്പിക്കുന്നവെന്നുള്ള അർത്ഥമാണ്. എല്ലാവരെയും കൂട്ടുകാരൊക്കെ സന്തോഷിപ്പിക്കുക, അതിയായിട്ടുള്ള ബലമുണ്ട്. അങ്ങനെയുള്ളവനെ ബലരാമൻ എന്ന് പേരിട്ടു. കൃഷ്ണനെ വാസുദേവരുടെ പുത്രനായതുകൊണ്ട് വാസുദേവൻ എന്ന് പേരിട്ടു. അതിനുശേഷം പറഞ്ഞു അത്രേ, ഇങ്ങനെ ഒരു പുത്രൻ നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങളുടെ പൂർവ്വജന്മം കൊണ്ടാണ്, നിങ്ങൾക്ക് വളർത്താനൊരു ഭാഗ്യം ഉണ്ടായത്. ഈ മകൻ നിങ്ങൾക്ക് സർവ സമ്പത്തിനെയും തരും, ഐശ്വര്യം തരും, ഗോകുലം മുഴുവൻ ഐശ്വര്യമായിരിക്കും. ഒരു ദുഷ്ടശക്തികൾക്കും നിങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കില്ല. ഏത് ദുഷ്ടശക്തികളുണ്ടെങ്കിലും അവയെ നിഗ്രഹിക്കും ഭഗവാൻ ഈ കുഞ്ഞ്. അതുകൊണ്ട് അതുമാത്രമല്ല, ഈ ഐശ്വര്യം കൊണ്ടും യശസ് കൊണ്ടും കീർത്തി കൊണ്ടും ഇവൻ നാരായണന് തുല്യനാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ നന്നായിട്ട് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണവർണ്ണൻ നീലമേഘശ്യാമള വർണ്ണന് വാസുദേവൻ എന്ന് പേരിട്ടു. എന്നിട്ട് പറഞ്ഞു, കർമ്മങ്ങൾക്കനുസരിച്ച് അവൻ്റെ ഗുണമനുസരിച്ച് അവന് ഒരുപാട് നാമങ്ങളുണ്ട്. പക്ഷെ വാസുദേവനാണ് ഭഗവാൻ കൊടുത്ത ഗർഗമുനി നാമകരണം ചെയ്തത്. പക്ഷേ ശ്രീകൃഷ്ണൻ എന്നുള്ള പേരിൽ എല്ലാവരെയും ആകർഷിപ്പിച്ചുകൊണ്ട് കൃഷ്ണവർണ്ണമായതുകൊണ്ട് ഭഗവാൻ ആ നീലമേഘശ്യാമള വർണ്ണനായിട്ടുള്ള പീതാംബരക്ക് അണിഞ്ഞിട്ടുള്ള ഭഗവാൻ നമ്മളെല്ലാവരും കൃഷ്ണൻ കൃഷ്ണൻ എന്ന് നമ്മൾ വിളിക്കും. ആർക്ക് കണ്ടാലും ആകർഷണം തോന്നും. അതാണ് കൃഷ്ണൻ്റെ പ്രത്യേകത. ഫോട്ടോ കാണുമ്പോൾ തന്നെ ഭഗവാന്റെ രൂപം മനസ്സിൽ വരുമ്പോൾ തന്നെ അങ്ങനെയല്ലേ. അങ്ങനെ നാമകരണമൊക്കെ ചെയ്തു. കുട്ടികൾ മുട്ടിലഴയാനുള്ളൊരു സമയമായി. അപ്പോൾ വീട്ടുജോലി ഒന്നും ചെയ്യാൻ ഞാൻ നേരത്തെയും പറഞ്ഞു, ആർക്ക് സമയമില്ല. പ്രത്യേകിച്ച് യശോദയും രോഹിണിയൊക്കെ കൃഷ്ണൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുക.
എവിടെയെങ്കിലും ഉരുണ്ട് വീഴരുത്, കാലിലും കല്ല് കുത്തരുത്, പാമ്പ് കടിക്കരുത്, മുള്ളു കൊള്ളരുതെന്നൊക്കെ പറഞ്ഞിട്ട് സദാസമയം ഈ ഉണ്ണികളുടെ കൂടെ അവർ. അങ്ങനെ മുട്ടിലഴയാൻ തുടങ്ങിയപ്പോൾ മുട്ടടഞ്ഞ് മുറ്റത്തിലേക്കൊക്കെ പൂത്രേ. എന്നിട്ട് ചേറും ചെളിയൊക്കെ കയ്യിലാക്കുമ്പോൾ ഗോപികമാർ ചീത്ത പറയാൻ വരുമ്പോൾ ഓടി മുട്ടിൽ ഇഴഞ്ഞ അമ്മയുടെ അടുത്തേക്ക് വന്ന് നിൽക്കും, ഒന്നും അറിയാത്ത പോലെ. അങ്ങനെ ആ സമയത്ത് യശോദ കൈകൊണ്ട് കോരിയെടുത്ത് ഇതൊക്കെ കഴുകിക്കളഞ്ഞ് ഭക്ഷണം കൊടുക്കും ഭഗവാന്, പാല് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ നടക്കാൻ തുടങ്ങി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗോപികമാരെ എല്ലാ ദിവസവും പരാതി കേൾക്കാനേ നേരുള്ളൂ. ഗോപികമാരെല്ലാവരും കൂടെ യശോദയുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ പശുവിനെ കറക്കാൻ പോയപ്പോൾ കണ്ണൻ പശുവിനെ കറക്കുന്നതിന് മുമ്പ് കന്നുകളെ അഴിച്ചു വിട്ടു, പാല് മുഴുവൻ ഈ പശുക്കുട്ടികൾ കുടിച്ചു. ഈ കണ്ണൻ്റെ കുറുമ്പ് കൊണ്ട് എന്നിട്ട് ഞങ്ങൾ പുറകെ പിടിക്കാൻ ചെന്നപ്പോൾ ഓടി മുറിക്കകത്ത് കയറി, നേരെയാക്കി ഉരലിൽ കയറി ഉറിക്കകത്തുള്ള വെണ്ണയും തൈരും പാലും എല്ലാം എടുത്ത് കുടിച്ചു എന്ന് മാത്രമല്ല ആ ഉറിക്കലം അടിച്ചു പൊട്ടിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ വെണ്ണ മുഴുവൻ കുരങ്ങന്മാർക്കും കൊടുക്കും, പൂച്ചകൾക്കും കൊടുക്കും, കൂടെയുള്ള എല്ലാ കൂട്ടുകാർക്കും കൊടുക്കും. ഇമ്മാതിരി കുറുമ്പ ഈ കണ്ണൻ കാണിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ യശോദ തല്ലാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക്, കുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ണൻ്റെ മുഖം കാണുമ്പോൾ യശോദയ്ക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. അങ്ങനെ ഈ ഗോപികമാരുടെ പക്ഷെ ഇത്രയും പരാതിയും പരിഭവമൊക്കെ ആണെങ്കിൽ പോലും കൃഷ്ണൻ്റെ കളികളൊക്കെ ഇവർ ആസ്വദിച്ചു. സദാസമയം ഉണ്ണിക്കണ്ണൻ്റെ മുഖം മാത്രമല്ല ഇവരുടെയൊക്കെ മനസ്സിൽ. അങ്ങനെ ഒരു ദിവസം ഉണ്ണിക്കണ്ണന്മാർ ഇങ്ങനെ കളിച്ചുകൊണ്ടില്ലായിരിക്കുമ്പോൾ ഈ ബലരാമനും കൂട്ടുകാരെല്ലാവരും കൂടെ ഓടി വന്നു യശോദയുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അമ്മേ ഈ കണ്ണൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞു. യശോദ ഓടി വന്നിട്ട് അപ്പോൾ പുറകിലിങ്ങനെ കൈ കെട്ടി നിൽക്കുക ഉണ്ണിക്കണ്ണൻ. എന്നിട്ട് ചോദിച്ചു, എന്താടാ താൻ തോന്നി, നീ മണ്ണ് കഴിച്ചോ എന്ന് വെച്ച് പറഞ്ഞു, അമ്മേ ഞാൻ മണ്ണൊന്നും കഴിച്ചിട്ടില്ല, ഈ കൂട്ടുകാരൊക്കെ വെറുതെ പറയണം, ഞാൻ മണ്ണും കഴിച്ചിട്ടില്ല മണ്ണാങ്കട്ടയും കഴിച്ചിട്ടില്ല, വേണമെങ്കിൽ അമ്മ എൻ്റെ വായക്കകത്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഉണ്ണിക്കണ്ണൻ. കൈ ഇങ്ങനെ പുറകെ കെട്ടി വായ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഭഗവാൻ ആ വായ തുറന്നപ്പോൾ വായക്കകത്ത് ഈ ലോകം മുഴുവൻ ദർശിച്ചു എന്നാണ്. സമസ്ത ലോകങ്ങളും, പുഴകളും മലകളും, അഗ്നി, വെള്ളം, എല്ലാ സാധനങ്ങളും, എല്ലാ വസ്തുക്കളും, ആ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ആ വായക്കകത്ത് കണ്ടു യശോദ. ഒരു നിമിഷം വിസ്മയം പൂണ്ട്, ആശ്ചര്യം പൂണ്ട് ഭഗവാൻ ഇങ്ങനെ നോക്കി ഉണ്ണിക്കണ്ണനെ. പെട്ടെന്ന് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ, എൻ്റെ ഈ പരബ്രഹ്മത്തെയാണല്ലോ ഞാൻ വളർത്തുന്നത് എന്ന് മനസ്സിലാക്കി സ്വരൂപത്തെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ യശോദയുടെ ബുദ്ധിയെ മറച്ചു കളഞ്ഞു എന്നാണ്. അങ്ങനെ കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിൽ വെച്ചു. ഉപദ്രവിച്ചില്ല. കണ്ണനെ കാണുമ്പോൾ തന്നെ, ഉപദ്രവിക്കാൻ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കരഞ്ഞ കണ്ണുകളായിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞ കണ്ണൻ്റെ നിപ്പ്. പിന്നെ എങ്ങനെയാണ് ഉപദ്രവിക്കാൻ തോന്നുക? ആ മുഖം കാണുമ്പോൾ തന്നെ അടിക്കാൻ തോന്നില്ല. അങ്ങനെ യശോദ മകനെ എടുത്ത് മടിയിൽ വെച്ച് ലാളിച്ചു. അതുപോലെ ഒരു ദിവസം കണ്ണൻ്റെ, ഇവർക്കൊക്കെ ചിന്ത ഇത് മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ ഈ അത്ഭുത ലീലകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, കീർത്തനങ്ങൾ ചൊല്ലുക. അങ്ങനെ ഒരു ദിവസം തൈര് കടഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട്. ആ സമയത്ത് ഉണ്ണിക്കണ്ണൻ വന്നപ്പോൾ ഉണ്ണിക്കണ്ണനെ മടിയിലെടുത്ത് വെച്ച് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് അടുപ്പത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാലിപ്പോൾ പൊന്തിപ്പോന്നും പറഞ്ഞ് കണ്ണൻ അവിടെ ഇറക്കി ഇരുത്തി ഓടി പാലണയ്ക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. ആ സമയത്താണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ പകുതി പാല് കുടിക്കുമ്പോൾ അത് ആളെ ഇറക്കി വെച്ചിട്ട് പോയത്. കണ്ണൻ അങ്ങോട്ട് ദേഷ്യം വന്നു, മുഖമൊക്കെ ചുവന്നിട്ട് എന്ത് ചെയ്തു, ആ ഉറിക്കലം തട്ടി അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. ആ തൈര് മുഴുവൻ കളഞ്ഞു. അതുമാത്രമല്ല, യശോദ വരുമ്പോഴത്തേക്കും വീണ്ടും മുറിക്കകത്ത് കയറി ഉള്ള വെണ്ണയും കൂടെ തട്ടിപ്പൊട്ടിച്ച് ആ വെണ്ണ മുഴുവൻ എല്ലാവർക്കും കൊടുത്ത് ആകെ കോലാഹലമാക്കി. വടിയെടുത്തു അടിക്കാനായിട്ട് പുറകെ ചെന്നു. കണ്ണനെ കണ്ടപ്പോൾ എന്നത്തെയും പോലെ അടിക്കാൻ തോന്നിയില്ല. അപ്പോഴാണ് അവിടെ ഒരു ഉരൽ കണ്ടത്. എന്നാൽ ശരി, ഒന്ന് ശിക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉരലിൽ കെട്ടിയിട്ടു. കുറച്ച് നേരം അവിടെ കിടക്കട്ടെ, ഉരലിൽ കെട്ടിയിട്ടു. ആ ഉരലിലുള്ള കണ്ണൻ അവിടെ ഉരലിങ്ങനെ നിന്നു. അവിടുന്ന് യശോദ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് 2 മരുത് വൃക്ഷങ്ങളെ കണ്ടു ഭഗവാൻ. അവർക്ക് മോക്ഷം കൊടുക്കണം. ആ ഉണ്ണിക്കണ്ണൻ മരുത് വൃക്ഷങ്ങളെ കണ്ടപ്പോൾ അത് കുബേരൻ്റെ പുത്രന്മാരാണ്, നളകൂബര മണിഗ്രീവന്മാരാണ്. അവർക്ക് ശാപം കിട്ടിയതാണ് നാരദ മഹർഷിയുടെ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഉരലും കൊണ്ട് ഒറ്റ ഓട്ടം കൊടുത്തു ആ മരത്തിൻ്റെ നടുക്കിലൂടെ. അപ്പോൾ ഉരലവിടെ വന്ന് അവിടെ തടഞ്ഞു നിന്നു. എന്നിട്ട് ശക്തി കൊണ്ട് ഒറ്റ വലിച്ചപ്പോൾ ഈ മരങ്ങൾ അങ്ങോട്ട് താഴോട്ട് വീണുപോയി. അതിൽ നിന്ന് 2 സിദ്ധന്മാർ, നളകൂബര മണിഗ്രീവന്മാർക്ക് മോക്ഷം കിട്ടിയെന്നാണ്. അപ്പോൾ ആ സമയത്ത് ഈ മരം വീഴുന്ന ശബ്ദം കേട്ടിട്ട് എല്ലാ ഗോകുലവാസികളും, നന്ദഗോപരും, യശോദ എല്ലാവരും ഓടി വന്നപ്പോഴാണ് മനസ്സിലായത് കണ്ണനൊന്നും പറ്റിയിട്ടില്ല, മരം വീണു. അപ്പോഴും
ദൈവാധീനം കൊണ്ട് കണ്ണൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നു. അപ്പോഴും കുട്ടികൾ പറഞ്ഞു അത്രേ, കണ്ണൻ്റെ കുറുമ്പാണിത്, കണ്ണൻ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഓടുന്നത് ഞങ്ങൾ കണ്ടതാ. അപ്പോഴും ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞൊന്നും ഇവർ വിശ്വസിച്ചില്ല. ആ അത്ഭുതമായിട്ടുള്ള ബാലൻ ആ ലീലകൾ ചെയ്തുകൊണ്ട് ആ ഗോകുലത്തിൽ ഇങ്ങനെ വസിച്ചു എന്നാണ്. ഇതൊക്കെ ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ ഭാഗവതം ഇത് എത്ര വായിച്ചാലും നമുക്കിത് മതി വരില്ല. അതിനുശേഷം പ്രജവാസികളൊക്കെ നന്ദഗോകുലത്തിലുള്ളവരൊക്കെ തീരുമാനിച്ചു, കാരണം ഇവിടെ എപ്പോഴും ഇങ്ങനെ ഓരോ ആപത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇവിടെ നല്ലൊരു വനമുണ്ട്, വൃന്ദാവനം എന്ന് പേരായിട്ടുള്ള ഒരു വനമുണ്ട്, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് താമസം മാറാം. ആരൊക്കെയാണ് ഇവിടെ ഭഗവാനെ കൊല്ലാൻ വരുന്നത്, ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ വരുന്നത്, കൃഷ്ണനെ, അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകും. അവിടെയാണെങ്കിലും യമുനാതീരമുണ്ട്, ഗോവർദ്ധന പർവ്വതമുണ്ട്, കാടുണ്ട്, പുഴകളുണ്ട്, പശുക്കൾക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട്, അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ വൃന്ദാവനത്തിലേക്ക് യാത്രയായി. അപ്പോൾ യശോദയും നന്ദഗോപരും രോഹിണിയും കൃഷ്ണനും ബലരാമനും കൂടെ ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ വൃന്ദാവനത്തിലേക്ക് പോയി. അപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ എന്താ, വൃന്ദാവനത്തിലുള്ള ഓരോ മണൽത്തരികളിലും ഭഗവാന്റെ കാൽപ്പാടുകളുണ്ട് എന്നാണ്. വൃന്ദാവനത്തിൽ മുഴുവൻ ഓടിക്കളിച്ച് നടന്നു ഈ കുട്ടികൾ. അവിടെയുള്ള കാടും മലയും പുഴകളും ആ ഗോവർദ്ധന പർവ്വതമൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടമായി. അങ്ങനെ വൃന്ദാവനത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള കഥകളൊക്കെ ഇങ്ങനെ. ആ സമയത്ത് എന്താ, കണ്ണൻ ഗോക്കളെ 7 വയസ്സ് പ്രായമാണ്, ഗോക്കളെ മേയ്ക്കാനായിട്ട് പോവും. ഗോക്കളെയും കൊണ്ട് കാടുകൾ തോറിങ്ങനെ ഓടി നടന്ന് ആ സമയത്ത് ഭക്ഷണം കഴിക്കും, വനഭോജനം, വനത്തിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കും ഇത്രേ. ഈ എല്ലാവരും പൊതിച്ചോറ് കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും കണ്ണന് വാരിക്കൊടുക്കും, കണ്ണനും എല്ലാവർക്കും വാരിക്കൊടുക്കും. അതുമാത്രമല്ല, പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ഒരു കയ്യിൽ ചാട്ടവാറ്, ഒരു കയ്യിൽ കൊമ്പ്, കയ്യിൻ്റെ കക്ഷത്ത് കൊമ്പ് വെച്ചിരിക്കും ഇത്രേ ഊതാനായിട്ട്, വാദ്യ ഉപകരണം. പിന്നെ ഇടത്തെ കയ്യിൽ ഉപ്പേരിയും ഉപ്പുമാങ്ങയും ഉണ്ടാവും ഇത്രേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉപ്പുമാങ്ങ നൈവേദ്യമുണ്ട് ഭഗവാൻ. ഉപ്പുമാങ്ങ കയ്യിൽ വെച്ചുകൊണ്ട് അത് ഏറ്റവും പ്രധാനം, അത് ആർക്കും അങ്ങനെ കിട്ടില്ല പുറത്ത്. ഉപ്പുമാങ്ങ നൈവേദ്യമുണ്ട്. ഈ കുറേ ഉപ്പുമാങ്ങ ശേഖരിച്ച് ഒരു വർഷത്തേക്ക് വേണ്ട ഉപ്പുമാങ്ങ അവർ ശേഖരിക്കും. എല്ലാ ദിവസവും ഉപ്പുമാങ്ങ നൈവേദ്യമുണ്ട്. ആ ഉപ്പുമാങ്ങയും കയ്യിൽ പിടിച്ചിട്ടാണ് ഭഗവാൻ പോവുക. അപ്പോൾ ഈ ഗോപന്മാരുടെ കൂടെ പോകുമ്പോൾ ഓരോ എന്താ പറയുക, ഗോപികമാരുടെ കൂടെ ഇവരുടെ കൂടെയൊക്കെ ലീലകളാടി, അവരുടെ കൂടെ നർത്തനമാടി, ഇവരുടെയൊക്കെ മനസ്സിൽ കൃഷ്ണനാണ്. ഭഗവാൻ ഇവരുടെ കൂടെ ഇങ്ങനെ കേളി കളിച്ച് ഇങ്ങനെ നടക്കുക അവിടെ. അങ്ങനെയാണ് ഒരു ദിവസം തടാകത്തിൽ ഈ കന്നുകൾക്കൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഗോപന്മാരുടെ കൂടെ പോയപ്പോൾ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിലൊരു അസുരൻ വന്നു. അപ്പോൾ അസുരനാണെന്ന് കൃഷ്ണന് മനസ്സിലായി. ഒന്നും അറിയാത്ത രീതിയിൽ ബലരാമനോട് പറഞ്ഞു. ബലരാമൻ പതുക്കെ ആ പശുവിൻ്റെ അടുത്ത് പോയിട്ട് പുറങ്കാല് പിടിച്ച് ഒരൊറ്റ എറിഞ്ഞു. അത്രയും ബലമുള്ള ആളാണ്. അതാണ് വത്സാസുരനെ വധിക്കും. ഒരിക്കൽ തടാകത്ത് ചെന്നപ്പോൾ എന്താ ഉണ്ടായത്, ഒരു പർവ്വതത്തിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു കൊക്കിനെ കണ്ടു. ആ കൊക്കിനെ കണ്ടപ്പോൾ ഈ കൂട്ടുകാരൊക്കെ ഭയന്നു. ഈ കൊക്ക് എന്ത് ചെയ്തു, കൃഷ്ണനെ വിഴുങ്ങി, ഒറ്റ കൊത്തി വിഴുങ്ങി തൊണ്ടയ്ക്കകത്ത് എത്തിയപ്പോൾ ആ ചൂട് സഹിക്കാൻ വയ്യാതെ, ഭഗവാൻ അകത്ത് കിടന്ന തീഷ്ണത ചൂട് സഹിക്കാൻ വയ്യാതെ കണ്ണനെ കക്കി പുറത്തേക്ക്. ആ സമയത്ത് ഭഗവാൻ എന്താ ചെയ്ത്, ബകാസുരവധം, ആ കൊക്കുകൾ ഇങ്ങനെ വലിച്ചു കയറി ബകാസുരനെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത രൂപം അഘാസുരൻ എങ്ങനെയാണ് വന്നത്, ഒരു വലിയ പെരുമ്പാമ്പിൻ്റെ രൂപത്തിലാണ് വന്നത്. ആ പെരുമ്പാമ്പായിട്ട് വന്ന് ഇവർ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഒരു ഗുഹ പോലെ നിന്നു പോയത്. ഈ കുട്ടികളൊക്കെ വായിക്കകത്ത് പോയാൽ നോക്കുമ്പോൾ കൃഷ്ണൻ അവരെയൊക്കെ തടഞ്ഞു. അങ്ങനെ ഭഗവാൻ അഘാസുരൻ്റെ വായിക്കകത്ത് പോയി അവിടെ കിടന്ന് ഭഗവാന്റെ രൂപത്തെ വലുതാക്കി. ആ രൂപത്തെ വലുതാക്കി ആ അഘാസുരൻ്റെ പെരുമ്പാമ്പിൻ്റെ അകത്ത് കിടന്ന് പെരുമ്പാമ്പിൻ്റെ മൂർധാവ് പൊളിഞ്ഞ് അയാളും അവിടെ മരണപ്പെട്ടു എന്നാണ്. ഇങ്ങനെ ഓരോ എല്ലാ വിഘ്നങ്ങളും ഈ ഗോപന്മാരുടെ കൂടെ നടന്നിട്ട് ഈ ഗോപന്മാരുടെ കൂടെ ഇവരൊക്കെ രക്ഷപ്പെടുത്തി, ആ ഗോകുലത്തിലുള്ള എല്ലാ നിവാസികളെയും രക്ഷപ്പെടുത്തി ഭഗവാന്റെ കേളികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നന്ദഗോപുരം ഇന്ദ്രയാഗം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഉണ്ണിക്കണ്ണൻ 7 വയസ്സേ ഉള്ളൂ. ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഇന്ദ്രയാഗം ചെയ്യുക. കാരണം എന്തിനാച്ചാ ഇന്ദ്രന് യാഗം ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, മഴയെ വർഷിക്കുന്ന ഇന്ദ്രനാണ്. നമ്മുടെ ഈ പശുക്കുട്ടികൾക്ക് നമുക്ക് വെള്ളം തരുന്നതും ഈ ധനധാന്യ സമൃദ്ധിയൊക്കെ ഇവിടെ ഉണ്ടാവുന്നതും വെള്ളം കൊണ്ടല്ലേ. അതുകൊണ്ട് ആ മഴയുടെ ദേവനായിട്ടുള്ള ഇന്ദ്രനെ ആരാധിക്കുക ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കുറച്ച് ഉപദേശം കൊടുക്കുന്നു. ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം കൂടി, ഇന്ദ്രൻ്റെ ഗർവത്തെ അടക്കണം എന്നൊരു ആഗ്രഹം കൂടെ മനസ്സിലുണ്ട്. എന്നിട്ട് പറഞ്ഞു,
കർമ്മങ്ങൾ നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് ഫലം കിട്ടുന്നത്. ജനന മരണം ഉണ്ടാവുന്നത് നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് ഒരു ഭഗവാനും കർമ്മഫലത്തിനല്ലാതെ ഫലം തരാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കർമ്മത്തിന് വേണ്ടി ഇന്ദ്രൻ തരുമെങ്കിൽ അയാളും ഒരു കർമ്മത്തെ ആശ്രയിച്ചിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ണിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ധനം ഏതാ? പശുക്കളാണ്. ഈ പശുക്കൾക്ക് പുല്ലും ഭക്ഷണവും ഒക്കെ തരുന്നത് ഈ ഗോവർദ്ധനഗിരിയാണ്, ഈ പുഴകളാണ്, ഈ നദികളാണ്. ഇവിടെയുള്ള വിപ്രന്മാരാണ് ഈ യാഗങ്ങൾ ചെയ്യുന്നത്, ബ്രാഹ്മണർ. അപ്പോൾ പശുക്കളെയും ബ്രാഹ്മണരെയും ഈ പ്രകൃതിയെയും ഈ പർവ്വതത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, കണ്ണിൽ കാണാത്ത ഇന്ദ്രനെയല്ല. ദേവന്മാർക്ക് കർമ്മഫലം തരാൻ പറ്റുള്ളൂ എന്ന് ഈ യാഗത്തെ അവിടെ മുടക്കി. അപ്പോൾ കുഞ്ഞു കുട്ടിയാണെങ്കിൽ ഈ പറയുന്നതിൽ സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രയാഗത്തെ അവർ മുടക്കി, നടത്തിയില്ല. എന്നിട്ട് ഇവരൊക്കെ എന്ത് ചെയ്തു? കുളിച്ചൊരുങ്ങി ഗോവർദ്ധനഗിരിക്ക് നിവേദ്യം അർപ്പിച്ച് പശുക്കളെയൊക്കെ അലങ്കരിച്ച് ബ്രാഹ്മണർക്ക് വസ്ത്രാദികളും അന്നമൊക്കെ അന്നദാനമൊക്കെ ചെയ്ത് ഗംഭീരമായിട്ട് ഇന്ദ്രയാഗത്തെ മുടക്കി ഇവർക്കുള്ള പൂജ ചെയ്തു. പിന്നത്തെ കാര്യം പറയാനല്ലോ, ഇന്ദ്രന് വല്ലാതെ ദേഷ്യം വന്നു. എനിക്ക് യാഗം തരാനായിട്ട്, എൻ്റെ യാഗത്തെ മുടക്കാനായിട്ട് ഈ കാലിച്ചെറുക്കൻ, അങ്ങനെ ഉദ്ദേശിച്ചത്. ഈ പശുക്കളെയൊക്കെ മേടിച്ച് നടക്കുന്ന ഈ കാലിച്ചെറുക്കനത് എന്തൊരു അഹങ്കാര. അതുമാത്രമല്ല, ഈ കാലിച്ചെറുക്കൻ പറഞ്ഞു കേട്ടിട്ട് ഈ ഗോപന്മാരെല്ലാവരും കൂടെ എൻ്റെ യാഗത്തെ, എനിക്ക് കിട്ടാനുള്ള യാഗത്തെ മുടക്കി. ഇവനൊരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മേഘങ്ങളോട് പറഞ്ഞു അത്രേ. ഗോകുലത്തിൽ ചെന്നിട്ട് വൃന്ദാവനത്തിൽ ചെന്നിട്ട് പേമാരി, അതായത് എന്താ പറയുക, ആസുരിക ശക്തിയോടുകൂടെ അത്രയധികം മഴ പെയ്യാനായിട്ട് മേഘങ്ങളോട് പറഞ്ഞു. അങ്ങനെ മേഘങ്ങളെല്ലാം കൂടെ പേമാരി പെയ്തു തുടങ്ങി. എന്താ പറയുക, പശുക്കളും ഗോപന്മാരും ഗോപികളെല്ലാം ഇങ്ങനെ കൃഷ്ണനെ വിളിച്ച് കരയുക. പ്രളയം വന്നു തുടങ്ങി. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഇങ്ങനെ ഉദ്ധരിച്ചു, മുകളിലേക്ക് എടുത്തു വെച്ചിട്ട് എല്ലാ ഗോകുലവാസികളോടും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴെ വന്ന് അഭയം പ്രാപിക്കാൻ പറഞ്ഞു. അതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. എന്താ? എല്ലാ ആപത്തുകളിലും ഭഗവാൻ ഇവരുടെ കൂടെ ഉണ്ട് എന്നാണ്. അങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രന് മനസ്സിലായി ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണല്ലോ ഇത്. ഭഗവാന്റെ ആ ഒരു മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് ഇന്ദ്രൻ വന്ന് അവിടെ മാപ്പ് പറയുന്നുണ്ട്, ഭഗവാന്റെ കാൽക്കൽ വീണ് ശരണം പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നിന്റെ ഗർവം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞു. എന്താണ് ഗോവർദ്ധനോദ്ധാരണം. ഭാഗവതത്തിലെ ഓരോ ഭാഗങ്ങൾ തന്നെ ഇവിടെ ഭഗവാന്റെ കഥകൾ തീരില്ല, അങ്ങനെ പറഞ്ഞു. ഇനി കാളിയമർദ്ദനം കൂടെ പറഞ്ഞിട്ടാണ് ഈ കഥകൾ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ കാളിയമർദ്ദനത്തിൽ എന്താ, ഒരിക്കൽ ബലരാമൻ്റെ കൂടെയില്ല, ബലരാമൻ കൂടെയില്ല. കൃഷ്ണൻ എവിടെ പോവാണെങ്കിലും ബലരാമൻ കൂടെ ചെല്ലും. അന്ന് ബലരാമൻ കൂടെ പോയിട്ടില്ല. ഗോപന്മാരും കൃഷ്ണനും കൂടെ പശുക്കളും എല്ലാവരും കൂടെ കാളിന്തി നദിയിൽ പോയിട്ട് പശുക്കൾക്ക് വെള്ളം കൊടുക്കുക. അവിടെ കാളിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർപ്പം, ആ സർപ്പത്തിൻ്റെ വിഷം ആ വെള്ളത്തിൽ ലയിച്ചു ചേർന്നതുകൊണ്ട് ഈ വെള്ളം കുടിച്ച ഗോപന്മാരൊക്കെ മരിച്ചു വീണു, പശുക്കുട്ടികളൊക്കെ മരിച്ചു വീണു. ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ട് ഇവരെയൊക്കെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് കാളിയനെ മനസ്സിലായത്. അപ്പോൾ കാളിയൻ ഉഗ്രവിഷം വിഷത്തെ ഇങ്ങനെ വമിച്ചുകൊണ്ട് അവിടെ ഒരു കയത്തിൽ, കാളിന്തി നദിയിൽ ഒരു കയത്തിലാത്രേ താമസം. അപ്പോൾ എല്ലാവരും സങ്കടം പറഞ്ഞു, ഈ കാളിയനെ കൊണ്ട് ശല്യം. അതുമാത്രമല്ല, ഈ ഉഗ്രമായുള്ള വിഷം കൊണ്ട് ആ കാളിന്തി നദിയുടെ മുകളിൽ കൂടെ പറന്നു പോകുന്ന പക്ഷികളെ വരെ ചത്തു വീണു അത്ര. അത്രയ്ക്ക് ഉഗ്രമായിട്ടുള്ള വിഷമാണ്. ആ കയത്തിൽ കുടുംബസമേതം താമസിക്കുക, കുറേ നാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഭഗവാൻ എന്ത് ചെയ്തു? മരത്തിൽ കയറി ആ കാളിന്തി നദിയിലേക്ക് എടുത്ത് ചാടിയപ്പോൾ കാളിയൻ ഉഗ്രമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ട് ഘോരമായിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാൻ ഇങ്ങനെ കെട്ടി വരിഞ്ഞു. സർപ്പം കൊണ്ട് ഗ്രസ്തനായിട്ട് അനങ്ങാൻ പറ്റാതെ നിന്നു കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണനെ കണ്ടപ്പോൾ അയ്യോ പാമ്പ്, ഭഗവാൻ സർപ്പഗ്രസ്തനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക. ഗോപന്മാരും ഗോപികളും യശോദയും വസുദേവരും നന്ദഗോപരും എല്ലാവരും ഓടി വന്നിട്ട് കരച്ചിൽ തുടങ്ങി. യശോദ പുഴയിലേക്ക് എടുത്തു ചാടാനായിട്ട് തുടങ്ങി ഇത്രേ. അപ്പോൾ ഈ ഗോപികളൊക്കെ തടഞ്ഞു നിർത്തി. അങ്ങനെ പശുവിൻ്റെ ഈ പാമ്പിൽ ഗ്രസ്തനായിട്ട് നിൽക്കുന്ന ഭഗവാനെ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന, ഇപ്പം എല്ലാവരും മനസ്സിലാലോചിച്ചു, ഇപ്പം തന്നെ ഭഗവാൻ ആ പാമ്പ്, കൃഷ്ണൻ ആ പാമ്പ് കൊല്ലും. അപ്പോൾ ഈ ഗോകുലവാസികളുടെയൊക്കെ സങ്കടം കണ്ടിട്ട് ഭഗവാൻ മനസ്സിലാലോചിച്ചു, എന്നാൽ ഇവരുടെ സങ്കടം ഇത്രയും ഇനി നമുക്ക് സങ്കടപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ ശരീരം അങ്ങോട്ട് വലുതാക്കി. അങ്ങനെ കാളിയൻ അയഞ്ഞപ്പോൾ കാളിയൻ്റെ തലയിൽ കയറി, തല താഴ്ത്തിയിട്ട് തലയിൽ കയറി നിന്ന് നൃത്തം തുടങ്ങി. കാളിയമർദ്ദനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാളിയമർദ്ദനം എന്ന് പറഞ്ഞാൽ എന്താ? ആസുരിക ശക്തികളെ ഇല്ലാതാക്കുക. ഭഗവാന്റെ പാദങ്ങളാണ്. ആ പാദസ്പർശനം ഏറ്റുകൊണ്ട് ആ കാളിയൻ്റെ പത്തി വിടർത്തി നിൽക്കുന്ന കാളിയൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നർത്തനം തുടങ്ങി.
ഭഗവാന്റെ ഈ പാദങ്ങളുടെ ഈ ചവിട്ട് കൊണ്ട് ശക്തി കൊണ്ട് കാളിയൻ ചോര ഛർദ്ദിച്ച് അവശ നിലയിലായി. എല്ലാം ഗർവൊക്കെ ശമിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു. ഒരു കൈ കൊണ്ട് കാളിയൻ്റെ വാലിൽ പിടിക്കുകയും അടുത്ത കൈ കൊണ്ട് കാളിയൻ്റെ കാലുകൊണ്ട് തലയിൽ കയറി നർത്തനം ചെയ്തു. ഭഗവാന്റെ പാദസ്പർശമേറ്റ തലയാണ്. അങ്ങനെ ആ എല്ലാ ഗർഭവും ശമിച്ചു. അതുമാത്രമല്ല കാളിയൻ്റെ പത്നിമാരൊക്കെ നാഗങ്ങളൊക്കെ വന്ന് അപേക്ഷിച്ചു തന്നെ ഭഗവാനോട് ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ്. അവസാനം കാളിയനെ ആ മർദ്ദനം നിർത്തിയപ്പോൾ കാളിയൻ ചോദിച്ചു, ഭഗവാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ്, ഞാൻ എൻ്റെ ഗർവ് കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു, ഈ മായയെ ഈ ദുഃഖത്തെ ഞാൻ എങ്ങനെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞു, ഇത് നിനക്ക് താമസിക്കേണ്ട സ്ഥലമല്ല, കാളിന്തി നദി ഇവിടെയുള്ള ഗോപന്മാർക്കും പശുക്കൾക്കും വെള്ളം കൊടുക്കാനുള്ളതാ, നീ പോയി താമസിക്കേണ്ടത് സമുദ്രത്തിലാണ്, അപ്പോൾ ഇവിടം വിട്ടു പൊയ്ക്കൊള്ളുക. ഗരുഡനെ പേടിച്ചിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഗരുഡൻ്റെ ഒരു ശല്യം ഇനി നിനക്കുണ്ടാവില്ല. അങ്ങനെ കാളിയൻ്റെ അഹങ്കാരത്തെ അവിടെ ശമിപ്പിച്ച് ആ ഗോകന്മാരെയും പശുക്കളെയും ഗോപന്മാരെയും ഗോപസ്ത്രീകളെയൊക്കെ ഭഗവാൻ അവിടെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഈ അത്ഭുത ലീലകൾ കണ്ടു ഇവരൊക്കെ. ഭഗവാൻ എന്നാലും ഉണ്ണിക്കണ്ണനാണ്, നമ്മുടെ കൂടെ കളിച്ച് നടക്കുന്ന കളിത്തോഴനാണ്. അങ്ങനെ നന്ദഗോപരുടെ അടുത്ത് വന്ന് ഗോപന്മാരൊക്കെ ചോദിച്ചു അത്രേ, എന്നാൽ ഈ കുഞ്ഞു കുട്ടി എങ്ങനെ ഈ പർവ്വതത്തെ എടുത്ത് ഇങ്ങനെ പൊക്കിയത്, കാളിയനെ എങ്ങനെ കൊന്നത്, അഘാസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്ന അഘാസുരനെ വധിച്ചില്ലേ, ഈ ഒരു കുഞ്ഞു കുട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് നന്ദഗോപര് ഈ ഗർഗമുനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുക. യശസ് കൊണ്ടും കീർത്തി കൊണ്ടും അവൻ്റെ തേജസ് കൊണ്ടും ഒക്കെ നാരായണന് തുല്യമായിരിക്കും. നിങ്ങൾക്ക് എന്ത് ദുരിതം വന്നാലും അവൻ അതിനെ തടുക്കും. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കും. ഈ ഗോകുലം മുഴുവൻ, വൃന്ദാവനം മുഴുവൻ സമ്പൽ സമൃദ്ധിയോടുകൂടെ നിൽക്കുമെന്ന് ഗർഗമുനി പറഞ്ഞിട്ടുള്ള വാക്കുകൾ അപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ഗോപന്മാരെല്ലാവരും കൂടെ സന്തോഷിച്ചു, ഇങ്ങനെ ഒരു അത്ഭുത ബാലനാണല്ലോ നമ്മുടെ കൂടെ കളിത്തോടനായിട്ടിരിക്കുന്നത്. അപ്പോൾ അഹോഭാഗ്യം നന്ദഗോപ വ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ഭയങ്കരമായിട്ട് അഹോഭാഗ്യം, അവരുടെ ഭാഗ്യമാണ്, ഇങ്ങനെയുള്ള പരബ്രഹ്മത്തെയാണ് അവർക്ക് കളിത്തോടനായിട്ട് കിട്ടിയത്. ഗോകുലത്തിലെ വാസികൾക്ക്, വൃന്ദാവനത്തിലെ വാസികൾക്ക്. വൃന്ദാവനത്തിലെ ഒരു മണൽത്തരി പോലും ഉണ്ടാവില്ല, കണ്ണൻ്റെ പാദസ്പർശമേൽക്കാത്ത ഒരു മണൽത്തരി പോലും ഇല്ല. അതുമാത്രമല്ല, എവിടെ നോക്കിയാലും ഭഗവാന്റെ ഓർമ്മകളാണ്. ഇനി ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താ, ഭഗവാന്റെ കൂടെ ലീലകളാടി നർത്തനമാടി ഭഗവാൻ കീർത്തനം ചൊല്ലി കൃഷ്ണന് വെണ്ണ കൊടുക്കുകയും തൈര് കൊടുക്കുകയും എല്ലാ പ്രാവശ്യവും കൃഷ്ണനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഗോപികമാരാണ്. ഇപ്പോൾ ഗോപികമാർക്ക് എന്താ, ഭഗവാനോട് പരമമായിട്ടുള്ളൊരു കാമം തന്നെ, ഒരു പ്രേമം തന്നെയായിരുന്നു. ചില ഗോപികമാർ മകനായിട്ട് കരുതി, ചിലർ കാമുകനായിട്ട് തന്നെ ഭഗവാനെ കരുതി. അതുപോലെ ഗോപികമാരെല്ലാവരും കൂടെ കാർത്യായനി വ്രതം അനുഷ്ഠിച്ചു അത്രേ. കാളിന്തി നദിയിൽ 12 ദിവസം കുളിച്ചിട്ട്. ആ കാർത്യായനി വ്രതം അനുഷ്ഠിച്ച എന്തിനാ, ഭഗവാനെ വരനായിട്ട് കിട്ടാനായിട്ട്, ഭഗവാൻ ഭർത്താവായിട്ട് വരണം. ആ കാർത്യായനി വ്രതം ഒരിക്കൽ വ്രതത്തിന് ഒരു പൂർണ്ണത കൊടുക്കണ്ടേ. അപ്പോൾ കണ്ണൻ അന്ന് 7 വയസ്സേ ഉള്ളൂ കണ്ണന്. കൂട്ടുകാരൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇവർ കുളിക്കാനായിട്ട് വസ്ത്രമൊക്കെ എടുത്ത് കരക്കി വെച്ചിട്ട് കാളിന്തി നദിയിലേക്ക് നഗ്നരായിട്ട് ഇറങ്ങി. ആ സമയത്ത് കണ്ണൻ അവിടെ വന്നു, കൂട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഈ വസ്ത്രങ്ങളൊക്കെ കയ്യിലെടുത്തു, മരത്തിൻ്റെ മുകളിൽ കയറി. ഇവരുടെ വ്രതത്തിനൊരു ഫലം കൊടുക്കണം. അങ്ങനെ കുളി കഴിഞ്ഞ് നോക്കിയപ്പോഴായിട്ട് വസ്ത്രങ്ങളൊന്നും കാണാനില്ല. നോക്കിയപ്പോൾ എന്താ, കണ്ണൻ ഈ വസ്ത്രമൊക്കെ അപഹരിച്ചിട്ട് അവിടെ മുകളിൽ നിൽക്കുക. അപ്പോൾ കണ്ണൻ പറഞ്ഞു അത്രേ, നിങ്ങൾക്ക് വസ്ത്രം വേണമെങ്കിൽ ഓരോരുത്തരായിട്ട് വന്ന് വസ്ത്രം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്. എന്താ, നഗ്നരായിട്ട് ഈ നദിയിലിറങ്ങിയപ്പോൾ അത് ദേവനിന്ദയാണ്. അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തമായിട്ട് കൈകൾ കൂപ്പി നമസ്കരിച്ചു കൊണ്ട് വേണം, എൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചാൽ നിങ്ങൾക്കിത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോപസ്ത്രീകളെല്ലാം കൂടെ കരഞ്ഞു, കണ്ണാ ഞങ്ങളിങ്ങനെ വിവസ്ത്രരായിട്ട് നിൽക്കുകയാണ്, ഞങ്ങളെ പരീക്ഷിക്കരുത്, വസ്ത്രം ഞങ്ങൾക്ക് തരുമോ, കണ്ണനല്ലേ, ഇത്ര കുറുമ്പ് കാണിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോഴും ഭഗവാൻ അതിന് ഇവരെ പരിഹസിച്ച് ഇവരെ കളിയാക്കി അവിടെ ആ മരക്കൊമ്പിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു ഓരോരുത്തരായിട്ട് വരാം. ഗത്യന്തരമില്ലാതെ ഭഗവാന്റെ അടുത്ത് നിന്ന് നമസ്കരിച്ചപ്പോൾ കരുണാമയനായിട്ടുള്ള കൃഷ്ണൻ ആ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു അത്രേ. അപ്പോൾ ഗോപികമാരെ പരിഹസിച്ചിട്ടുണ്ട്, ഗോപികമാരോട് കളിച്ചിട്ടുണ്ട്, വിവസ്ത്രരായിട്ട് അവരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും കൃഷ്ണനോട് ഒരിക്കലും അവർക്ക് ദേഷ്യം തോന്നിയില്ല. ഓരോ നിമിഷവും എന്താ പറയുക, ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുക, കൃഷ്ണനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക്. ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും നടക്കുമ്പോഴും
ഇരിക്കുമ്പോഴും ഒക്കെ കൃഷ്ണൻ്റെ കീർത്തനങ്ങളെ വായിൽ വരുള്ളൂ. കൃഷ്ണൻ തന്നെയാണ്. ആ ഗോപികമാരെ ഭഗവാന്റെ കൂടെ ഇങ്ങനെ എന്താ പറയുക, കുരങ്ങ് കളിച്ച് നടക്കുക എന്നല്ല, ഭഗവാന്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ആ ഗോപികളെ, ആ സ്ത്രീകളെ ഭഗവാന്റെ ആ ഒരു ആത്മതത്വത്തെ ഉപദേശിച്ചിട്ട് ആ ഒരു തലത്തിലേക്ക് ഉയർത്തുകയാണ് കൃഷ്ണൻ അവിടെ ചെയ്തത്. രാസക്രീഡ നാരായണീയത്തിൽ കേശപാശധൃത എന്നുകൊണ്ട് കേൾക്കാം. അതുപോലെ ഈ ഗോപികമാരുടെ ആനന്ദം എന്താ? തവ വിലോകനാ ഗോപികാജന പ്രമദ സങ്കുല പങ്കജക്ഷണ. അതൊന്ന് വായിച്ചു നോക്കുക. അതായത് ഈ ഗോപികമാരുടെ ഒരു സന്തോഷം. അങ്ങനെ വ്രതം അനുഷ്ഠിച്ച് കഴിഞ്ഞ് വന്ന ഗോപികമാരോട് ഭഗവാൻ പറഞ്ഞു അത്രേ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും, പക്ഷേ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കാമം ഒരിക്കലും ഭോഗത്തിനായിട്ട് സംഭവിക്കില്ല. ഈശ്വരീയമായിട്ടുള്ളൊരു പ്രേമാണത്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താ? ഭഗവാനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് സദാസമയം കൃഷ്ണൻ്റെ നാമങ്ങൾ നാവിൻ തുമ്പിൽ കൃഷ്ണൻ്റെ കീർത്തനങ്ങളൊക്കെ പാടി ഭഗവാൻ എന്നെല്ലാം സമർപ്പണമായിട്ട് ചെയ്ത ഗോപികമാർ തന്മയീഭാവം എത്തി ഭഗവാൻ തന്നെയായി തീർന്നിട്ടുണ്ട്. അവർ കൃഷ്ണനും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അവരുടെ അകത്ത് അവരറിയാതെ ആ ബ്രഹ്മജ്ഞാനം അവരിൽ ഉണർന്നിട്ടുണ്ട്. ഭഗവാൻ തന്നെയായി. അങ്ങനെയുള്ള ഗോപികമാരുടെ കൂടെ ഭഗവാൻ നൃത്തം ചെയ്താൽ അതെങ്ങനെയാ അശ്ലീലാവുക? അപ്പോൾ നോക്കുന്ന ആളുടെ കണ്ണിലാണ് അശ്ലീലം എന്നിവിടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭഗവാൻ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടാന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ പറയണത് എന്താ? ഈ പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടക്കുക കൃഷ്ണൻ എന്നാ പറയാം. പക്ഷേ ഭഗവാൻ അവരെ ആ തലത്തിലേക്ക് ഉയർത്തി ആ ഗോപികമാരുടെ കളിത്തോടനായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു. അതിന് കാരണം എന്താ? യഥാമാം പ്രപദ്യന്തേ സ്ഥാം തഥൈവ ഭജാമ്യഹം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആരാണോ എന്നെ ഏത് രൂപത്തിൽ ധ്യാനിക്കുന്നുവോ ആ രൂപത്തിൽ ഞാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, അവരെ ഞാൻ രക്ഷപ്പെടുത്തുന്ന ഭഗവാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഗോപികമാരുടെ മുമ്പിൽ ഭഗവാൻ ഒരു കളിത്തോഴനാണ്. ഭഗവാനോട് പരമമായിട്ടുള്ള പ്രേമം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഭഗവാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ശരത്കാല സന്ധ്യയിൽ നിലാവുള്ള രാത്രിയിൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും, നിങ്ങളുടെ കൂടെ ഞാൻ രാസക്രീഡ ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ശരത്കാല സന്ധ്യയിൽ ഭഗവാന്റെ മുരളീനാദം ആ വൃന്ദാവനത്തിൽ നിന്ന് കേട്ടപ്പോൾ എല്ലാം മറന്ന് ഗോപികൾ അങ്ങോട്ട് ഓടി എന്നാണ് പറയണത്. ഭക്ഷണം കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുക, അതവിടെ നിർത്തി. പാലടുപ്പത്ത് വെച്ചു, അതവിടെ നിർത്തി. ഭക്ഷണം ഉണ്ടാക്കണത് നിർത്തി. ഭർത്താക്കന്മാർക്ക് ആഹാരം വിളമ്പി കൊടുക്കുക, അതൊക്കെ നിർത്തി. ഒന്നും ഓർമ്മയില്ല. മേൽവസ്ത്രം അഴിഞ്ഞ് താഴോട്ട് വീണത് പോലും ഓർമ്മയില്ല. കൃഷ്ണൻ്റെ മുരളിനാദം കേട്ടപ്പോൾ ഓടി കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തി. അതാണ് തവ വിലോകനാത് ഗോപികാജന പ്രമദ സങ്കുല പങ്കജക്ഷണ. ഭഗവാന്റെ നോട്ടം കണ്ടിട്ട് ഭഗവാൻ ഇങ്ങനെ നോക്കി കാലുകൊണ്ട് ഇങ്ങനെ മണ്ണിലിങ്ങനെ വരച്ച് നാണം പൂണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക ഗോപികമാരൊക്കെ. ഭഗവാൻ ചോദിച്ചു, സഖികളെ എന്താ ഇപ്പോൾ സമയം? അർദ്ധരാത്രിയാണ്. നിങ്ങളെ ഭർത്താക്കന്മാരൊക്കെ ഇട്ടിട്ടല്ലേ വന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓടി വന്നത് എൻ്റെ അടുത്തേക്ക്? നിങ്ങൾ തിരിച്ചു പോവും. നിങ്ങൾ ഒരു പത്നിയുടെ ധർമ്മം എന്ന് പറഞ്ഞ ഭർത്താവിനെ പരിപാലിക്കുകയാണ്. എന്തൊക്കെ രീതിയിൽ അയാൾ സങ്കടപ്പെടുത്തിയാലും അയാളെ ശുശ്രൂഷിക്കണം, ബന്ധുക്കളെ ശുശ്രൂഷിക്കണം. അതുകൊണ്ട് ഇങ്ങനെ വരരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഭഗവാനെ ഒരടി അങ്ങയുടെ മുമ്പിലേക്ക് എടുത്തു വെച്ച് ഒരടി ഇനി പിന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അങ്ങയുടെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിങ്ങനെ ക്രൂരമായിട്ട് വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞു കൃഷ്ണനോട് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ ഗോപികമാരുടെ കൂടെ രാസക്രീഡ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഗോപികമാർക്ക് ഒരു കൃഷ്ണൻ, രണ്ട് ഗോപികമാരുടെ നടുക്ക് ഒരു കൃഷ്ണൻ, അങ്ങനെ പല രൂപത്തിൽ ഭഗവാൻ രൂപപ്പെട്ടു. അങ്ങനെ ചിലവർ ഭഗവാന്റെ കൈ പിടിച്ച് നൃത്തം ചെയ്തു. ഭഗവാൻ പാടുന്നതിനനുസരിച്ച് കൃഷ്ണൻ്റെ കൂടെ പാട്ടുപാടി. ചിലവർ ഭഗവാന്റെ മുഖത്ത് നുള്ളി, ചിലർ വസ്ത്രത്തിൽ ഇങ്ങനെ പിടിച്ചു, ചിലർ കഴുത്തിൽ മുറുകെ പിടിച്ചു. കവിളുകൾ ഭഗവാന്റെ കവിളിനോട് ചേർത്ത് വെച്ചു. അങ്ങനെ ആ താമ്പൂല ചർവിതം ഭഗവാന്റെ വായിക്കാതിരിക്കുന്ന താമ്പൂലം സ്വീകരിച്ചു ചില ഗോപികമാർ. അങ്ങനെ ഭഗവാന്റെ കൂടെ എല്ലാം മറന്ന് രാസക്രീഡ ചെയ്തു. അവരെയും ഭഗവാൻ സമാധാനം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? സർവം ബ്രഹ്മമയം എന്നൊരു ജ്ഞാനം അവരിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഗോപികമാരിൽ നിന്ന് അന്യനല്ല ഭഗവാൻ, ഭഗവാനിൽ നിന്ന് അന്യനല്ല ഗോപികമാർ. ആ ഒരു തലത്തിലേക്ക് ഗോപികമാരെ കൊണ്ടുയർത്തി എന്നാണ്. ഇതാണ് ഇവിടെ രാസക്രീഡ. അതായത് ശുഗബ്രഹ്മർഷിയെ കണ്ടപ്പോൾ നാണം മറയ്ക്കാത്ത മന്ദാകിനി നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന അപ്സര സ്ത്രീകളില്ലേ, അവരെയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ആ ശുഗബ്രഹ്മർഷിയെ പോലെ നമ്മുടെ മനസ്സിൽ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ഭഗവാന്റെ
ഈ ലീലകൾ കണ്ടിട്ട് ഞാനും കൃഷ്ണനെ പോലെയാണ് എന്ന് പറഞ്ഞ് ഈ ബ്രഹ്മജ്ഞാനം അറിയാത്ത കുറേ ആൾക്കാർ പെണ്ണുങ്ങളുടെ പുറകെ നടന്നാൽ അതിവിടെ നമുക്ക് താരതമ്യം ചെയ്യാനേ സാധിക്കില്ല. അപ്പോൾ ആ ഗോപികമാരുടെ ഭാഗ്യം, മേൽപ്പത്തൂർ പറഞ്ഞ പോലെ ഹന്തഭാഗ്യം ജനാനാം തന്നെയാണ് ഇങ്ങനെ ഒരു അവതാരം ഉണ്ടായത്. അപ്പോൾ ഗോപികമാരുടെ ഭക്തിയാണ് ഏറ്റവും ആത്മനിവേദനമാണ് ഗോപികമാരിവിടെ ചെയ്തത്. എന്താ പ്രഹ്ലാദൻ എന്താ പറയണത്? ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം എന്നാണ്. ആ ആത്മനിവേദനമാണ് ഗോപികമാരിവിടെ ചെയ്യുന്നത്. അവരെ തന്നെ ഭഗവാൻ അർപ്പിക്കുക, ഇനി വേറൊന്നുമില്ല. അന്യഥാ ശരണം നാസ്തി തുമേവ ശരണം മമ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കാൽക്കൽ വീണിട്ട് അങ്ങനെയുള്ള ഗോപികമാരെ ആ ബ്രഹ്മസായുജ്യം ഭഗവാന്റെ തലത്തിലേക്ക് ഉയർത്തുകയാണ് അവിടെ കൃഷ്ണൻ ചെയ്തത് എന്നാണ് ഈ രാസക്രീഡയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താ? കംസനിഗ്രഹമല്ലേ, വൃന്ദാവനത്തിൽ നിന്ന് പോവല്ലേ, പോവാണ്ടിരിക്കാൻ പറ്റില്ല. ആ സമയത്താണ് കംസൻ അവിടെ ഒരു ധനുർയാഗം തീരുമാനിച്ചു. ഈ ധനുർയാഗം തീരുമാനിച്ചിട്ട് രാമകൃഷ്ണന്മാർ, അത് ബലരാമനെയും കൃഷ്ണനെയും മധുരയിലേക്ക് ക്ഷണിച്ചു. അതിനുവേണ്ടി ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് അയക്കുന്നത് ആരെയാ? ഓർമ്മയുണ്ടോ? ആരെയാ അങ്ങോട്ട് അയക്കുന്നത്? അക്രൂരനാണ് വരിക ഭഗവാനെ കൊണ്ടുപോകാൻ. അപ്പോൾ ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിട്ട് കൃഷ്ണനോട് നല്ല ഭക്തിയുണ്ട് അക്രൂരന്. കൃഷ്ണനെ നേരിട്ട് കാണാം ഒരു സന്തോഷത്തിലാണ് വരുന്നത്. രഥം അവിടെ നിർത്തി വൃന്ദാവനത്തിൽ ഇറങ്ങി ആ മണൽത്തരികൾ കണ്ടപ്പോൾ, ഇവിടെയൊക്കെ കാൽപ്പാടുകൾ കണ്ടപ്പോൾ ഇതൊക്കെ കൃഷ്ണൻ്റെ കാൽപ്പാടുകളാണെന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ഉരുണ്ടു അക്രൂരൻ. അപ്പോഴാണ് ദൂരെ രാമകൃഷ്ണന്മാർ പാല് കറന്നുകൊണ്ടിരിക്കുക, സന്ധിക്ക് എത്തിയത്. അപ്പോൾ ഓടി വന്നു രാമകൃഷ്ണന്മാർ വന്ന് ആലിംഗനം ചെയ്ത് അക്രൂരനെ കൊണ്ടുപോകുന്നുണ്ട്. സുഗതകുമാരിയുടെ ഒരു കവിതയുണ്ട്. കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ, നീ മധുരയ്ക്കു പോകുന്നുവത്രേ, പൊൻതേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനെത്തിങ്ങത്രേ. അക്രൂരനെ കണ്ടപ്പോൾ തന്നെ ഒരു ക്രൂരത അവർക്കൊക്കെ തോന്നി. കാരണം കൃഷ്ണനെ പറിച്ചുകൊണ്ട് പോവാണ് ഇവർ. ഒന്ന് ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവാന്റെ ലീലകളൊക്കെ ഞാൻ പറഞ്ഞു. കൃഷ്ണനില്ലാതെ അവരുടെ ഓരോ ശ്വാസത്തിലും കൃഷ്ണനാണ്. എവിടെ വൃന്ദാവനത്തിൽ എവിടെ നോക്കിയാലും കണ്ണൻ്റെ കഥകളാണ്. അങ്ങനെയുള്ള കൃഷ്ണനെ വിളിച്ചുകൊണ്ട് പോകാനാണ് അക്രൂരൻ. അക്രൂരനല്ല, അത് അതിക്രൂരനാണെന്നാണ് ഇവർ സ്ത്രീകൾ പറയുക. അങ്ങനെ ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം നന്ദഗോപരോട് പറഞ്ഞു, ഇങ്ങനെ രാമകൃഷ്ണന്മാരെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം, അവിടെ ഒരു യാഗം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കൃഷ്ണൻ്റെ പുറകെ കണ്ണുനീരുമായിട്ട് ഗോപികളും പശുക്കളൊക്കെ ഓടിപ്പോവും. ആ കവിത ഒന്ന് വായിച്ചു നോക്കണം. നന്ദഗോപർ പറയും, കൃഷ്ണ നീ പോയാൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? നിൻ്റെ ഓർമ്മകളാണ് ഇവിടെ മുഴുവൻ. ഈ വൃന്ദാവനത്തിൽ എവിടെ നോക്കിയാലും മരങ്ങൾക്കും പുഷ്പങ്ങൾക്കും ചെടികൾക്കൊക്കെ പറയാനുള്ളത് നിൻ്റെ കഥകളാണ്. ഞങ്ങളെ ഇട്ടിട്ട് പോയാൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പറയുമ്പോൾ പറയും, ഞാൻ തിരിച്ചു വരും, ഞാൻ എവിടെയും പോകുന്നില്ല. എൻ്റെ ഉദ്ദേശം ഈ ലോകം മുഴുവൻ ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ഉദ്ദേശം തീർക്കാനായിട്ട്, കംസനെ നിഗ്രഹിക്കാനായിട്ട്, വസുദേവരെ ദേവകിയെയും മോചിപ്പിക്കാനായിട്ട് എനിക്ക് പോകണം, ഞാൻ തിരിച്ചു വരും അച്ഛാ എന്ന് പറഞ്ഞിട്ടാണ് രാമകൃഷ്ണന്മാർ അവിടെ നിന്ന് യാത്രയാവുന്നത്. ആ വൃന്ദാവനം പിന്നെ എന്താ? ഒരു ശൂന്യതയാണ്, യാന്ത്രികമാണ് അവിടെ. ഭഗവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സന്തോഷമില്ല. ആ പ്രകൃതി അങ്ങനെ നിൽക്കുന്നത് ആ ഭഗവാന്റെ കാലടികൾ അവിടെ പതിച്ചതുകൊണ്ടാണ്. അങ്ങനെ മധുരയിലേക്ക് യാത്രയായി. പിന്നെ കംസനിഗ്രഹമൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു തലത്തിലേക്കാണ് ഭഗവാൻ പോകുന്നത്. മഹാഭാരത യുദ്ധവും പിന്നെ കംസന നിഗ്രഹവും. ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു യോഗിയായിട്ടാണ് അർജുനനെ ഉപദേശിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് പോയി മധുരയിലേക്ക് എത്തി. അപ്പോൾ നന്ദഗോപരെ ഒക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആ വൃന്ദാവനത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കണ്ണനെ ഒരിക്കലും മനസ്സുകൊണ്ട് ഭഗവാനെ വേർപിരിയാൻ ഈ നന്ദഗോപർക്കോ അവിടെയുള്ള ജനങ്ങൾക്കോ സാധിക്കില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരിക്കൽ കൃഷ്ണൻ അവിടെ ചെന്നിട്ട് മധുരയിൽ ചെന്നിട്ട് കൃഷ്ണന് സങ്കടമുണ്ട്. കാരണം ഇവരെ വിട്ടിട്ട് പോന്നപ്പോൾ. അപ്പോൾ കൃഷ്ണൻ്റെ സന്തത സഹചാരിയാണ് ആര്? ഉദ്ധവർ ഭഗവാന്റെ വേഷം കെട്ടി നടക്കൂത്രേ. ഓർമ്മ വെച്ച കാലം മുതൽ കൃഷ്ണന് നിവേദ്യം അർപ്പിക്കും, കൃഷ്ണന് കൊടുത്തിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ ഉദ്ധവരോട് പറയും, അവിടെ ഗോപികളൊക്കെ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് രാധ. അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കണം, അച്ഛനോടും അമ്മയോടും എൻ്റെ കാര്യങ്ങളൊക്കെ പറയണം, എനിക്ക് ഇവിടെ നിന്നിപ്പോൾ പോവാൻ സാധിക്കില്ല.
അതുകൊണ്ട് ഭഗവാന്റെ ഉത്തമ മിത്രമാണ്, ഭഗവാന്റെ മന്ത്രിയായി അങ്ങനെയുള്ള ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് അയക്കുന്നുണ്ട് ഭഗവാൻ. ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിൽ വിചാരിച്ചു, ഭഗവാന്റെ കൂടെ ഇങ്ങനെ മരം ചാടി നടക്കുന്ന ഈ ഗോപികമാരൊക്കെ എത്ര ഭക്തി ഉണ്ടാവിച്ചിട്ടാ, അവർക്ക് വെറുതെ ഇങ്ങനെ ചാടിക്കളിച്ച് നടക്കണമെന്നല്ലാണ്ട് എൻ്റെ അത്ര ഭക്തിയൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ആലോചിച്ചിട്ടാണ് ഉദ്ധവർ വൃന്ദാവനത്തിലേക്ക് വരിക. ഇതുപോലൊരു രഥത്തിൽ, സ്വർണ്ണരഥത്തിൽ സന്ധ്യാസമയത്ത് എത്തുക അത്രേ. സന്ധ്യാസമയത്ത് വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞ് നേരെ നന്ദഗോപുരയുടെ അടുത്തേക്ക് ചെല്ലും. ഉദ്ധവരെ കണ്ടപ്പോൾ തന്നെ നന്ദഗോപുരം എഴുന്നേറ്റു, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക, ആലിംഗനം ചെയ്തു. എന്നിട്ട് തൈരും പാലും മോരും ഒക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചോദിച്ചു, എവിടെയാ അവൻ? ഞങ്ങളുടെ കൃഷ്ണൻ എവിടെയാണ്? അവനില്ലാതെ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. വൃന്ദാവനത്തിൻ്റെ ഓരോ മൂലയ്ക്കും അവൻ്റെ കഥകളാണ്, എവിടെ ചെന്നാലും അവൻ്റെ ഓർമ്മയാണ്. ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, ഞങ്ങൾ കുളിക്കുന്നു എന്നേ ഉള്ളൂ, എല്ലാം യാന്ത്രികമാണ്. അവിടെ ചെന്ന് പുതിയ അച്ഛനും അമ്മയും കിട്ടിയപ്പോൾ ഞങ്ങളെ വേണ്ട അല്ലേ കൃഷ്ണന്? അവൻ തിരിച്ചു വരുമോ? അവൻ എവിടെയെന്നാണ് നന്ദഗോപുരം ചോദിക്കുന്നത്, സങ്കടം വന്നിട്ട്. അപ്പോൾ യശോദയാണെങ്കിലോ വാതിൽക്കൽ മറഞ്ഞു നിന്നിങ്ങനെ കരയുന്നുണ്ട് അത്രേ, കൃഷ്ണനെ കാണാതെ. കൃഷ്ണൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി, കൃഷ്ണനെ പോലെ വേഷം എടുത്താൽ വന്നേക്കണേ. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത ജന്മം വേറെ ഉണ്ടോ? കാരണം നിങ്ങൾ സദാസമയം കൃഷ്ണൻ്റെ ഓർമ്മകളിലാണ് ജീവിക്കുന്നത്. നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത ഒരു ജന്മം ഇല്ല. അതുകൊണ്ട് കൃഷ്ണൻ എവിടെയും പോകുന്നില്ല, ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മാത്രമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്വാർത്ഥതയല്ലേ? ലോകത്തിലെ എല്ലാവർക്കും ഭഗവാന് അനുഗ്രഹം ചെയ്യേണ്ടതില്ലേ, സംരക്ഷിക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഭഗവാൻ എവിടെയും, കൃഷ്ണൻ എവിടെയും പോകുന്നില്ല. നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത ജന്മങ്ങൾ. കാരണം എന്താ? സദാസമയം കൃഷ്ണൻ്റെ ഓർമ്മകളിൽ കഴിയാണ്. കൃഷ്ണൻ വരും എന്ന് ഉദ്ധവർ പറഞ്ഞ് ആ ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് അവർ കിടന്നുറങ്ങി. അന്ന് പിറ്റേ ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ വൃന്ദാവനത്തിൽ വെളിച്ചം വന്നു. മുറ്റത്തൊക്കെ അടിച്ചു തെളിച്ച് കോലമിട്ടിട്ട് ഗോപസ്ത്രീകളൊക്കെ തൈര് കടയാൻ തുടങ്ങി. ഭഗവാന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ അവർ എന്നും ചെയ്യുന്ന ജോലിയാണ് കൃഷ്ണന് വേണ്ടി. ആ തൈര് കടയാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗോപസ്ത്രീ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ രഥം കണ്ടത്. രഥം കണ്ടപ്പോൾ മനസ്സിലാലോചിച്ചു, പണ്ടൊരിക്കൽ അക്രൂരൻ വന്നു കൃഷ്ണനെ കൊണ്ടുപോയി, ഇനി അടുത്ത ഏത് ക്രൂരനാണോ വന്നിരിക്കണേ എന്ന് പറഞ്ഞിട്ട് നേരെ നന്ദഗോപുരുടെ വീടിനകത്തേക്ക് കയറി ചെന്നപ്പോൾ ഉണ്ടടേ കൃഷ്ണനെപ്പോലെ വേഷം കെട്ടിയിട്ട് ഒരാളവിടെ നിൽക്കുക, പീലിയൊക്കെ ഉണ്ട്, ഒരു മഞ്ഞപ്പട്ടൊക്കെ എടുത്ത്. പറഞ്ഞപ്പോൾ കൃഷ്ണൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞു. സുഹൃത്താണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി ഗോപികമാർക്ക്. യുദ്ധവരോട് ചോദിച്ചു, എന്തിനാ ഇപ്പോൾ വന്നത്? അമ്മയും അച്ഛനെ ആശ്വസിപ്പിക്കാനായിരിക്കുമല്ലേ? കാരണം അമ്മയും അച്ഛനെ ആരും മറക്കാറില്ലല്ലോ. ആ കൃഷ്ണൻ വഞ്ചകനാണ്, ഞങ്ങളെയൊക്കെ ഈ കോലത്തിലാക്കിയല്ലോ. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഉണ്ണാൻ പറ്റുന്നില്ല, സദാസമയം അവൻ്റെ ചിന്ത മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. ഞങ്ങളെയൊക്കെ അവൻ്റെ ആ അധരാമൃതം ഞങ്ങളെ പാനം ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളെ ഈ നിലയ്ക്കാക്കിയിട്ട് കൃഷ്ണൻ എവിടെയാ പോയത്? അവന് അവിടെ ചെന്നപ്പോൾ വേറെ സ്ത്രീകളെ കിട്ടിക്കാണൂല്ലേ, ഞങ്ങൾ ഉപേക്ഷിച്ച് വേറെ സ്ത്രീകളുടെ കൂടെ നർത്തനം ചെയ്ത് ഇപ്പോൾ നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. ഒരു വണ്ടിനെ പോലെയല്ല, വണ്ടിൻ്റെ കളറല്ലേ അവനും, കറുത്ത കൃഷ്ണവർണ്ണല്ലേ, വണ്ടിനെ കണ്ടിട്ടില്ലേ? പൂക്കളിൽ ചെന്നിട്ട് ഒരു തേൻ കുടിക്കും, എന്നിട്ട് ആ പൂവിനെ ഉപേക്ഷിച്ചിട്ട് അടുത്ത പൂവിലേക്ക് പോകും. അപ്പോൾ ഈ പൂവിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. ഈ പൂ ചീഞ്ഞു പോയാലും വണ്ടിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ലേ കൃഷ്ണനും? കള്ളനല്ലേ, ചതിയനല്ലേ കൃഷ്ണൻ. ഇനി വരുമോ? അവനില്ലാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഈ ഗോപികമാരുടെ സങ്കടം ആവലാതി പറച്ചിലിങ്ങനെ കേട്ടിരുന്നു ഉദ്ധവർ. ആ സമയത്തൊരു വണ്ട് അവിടെ വന്നു അത്രേ. ഭ്രമരഗീതം എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിലുണ്ട്. കുറേ ഉണ്ടത്. ആ ജസ്റ്റ് ചുരുക്കിയേ പറയാൻ പറ്റില്ല. ആ വണ്ട് വന്നപ്പോൾ വണ്ടിനെ കണ്ടപ്പോൾ ഇവർ ചീത്ത പറയുന്നുണ്ട്. എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നത്? കൃഷ്ണൻ്റെ വർണ്ണം തന്നെയല്ലേ, നിനക്ക് കൃഷ്ണൻ്റെ സ്വഭാവം തന്നെയല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരു വർഗ്ഗമല്ലേ? ഈ സ്ത്രീകളുടെ പുറകെ നടന്നിട്ട് ഞങ്ങളെങ്ങനെ മോഹിപ്പിച്ചിട്ട് ഭഗവാൻ ഇപ്പോൾ വേറെ എവിടെയോ പോയി സൂചിച്ചിരിക്കുക കൃഷ്ണൻ. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കടന്നു പോകുന്നു പറഞ്ഞിട്ട് ആ വണ്ടിനോട് ചീത്ത പറഞ്ഞ് വിലപിക്കുന്ന ഗോപസ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉദ്ധവർ മനസ്സിലാലോചിച്ചു, ഞാൻ എന്താ വിചാരിച്ചത്, ഇവർ വെറുതെ എന്താ പറയുക മരം ചാടി നടക്കുക ഭഗവാന്റെ കൂടെ എന്ന അബലകളാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അവരുടെ ഭക്തി എന്താ. അതായത് അവരുടെ ആത്മാവിൽ കൃഷ്ണനാണ്, ഗോപസ്ത്രീകളിൽ നിന്ന് ഭഗവാൻ വ്യത്യസ്തനല്ല. അപ്പോൾ ഇവിടെ ആവലാദികളൊക്കെ കേട്ടിരുന്നിട്ട് ഉദ്ധവർ പറഞ്ഞു അത്രേ, കൃഷ്ണൻ നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് നിങ്ങളോട് വന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെ കൃഷ്ണൻ എന്നെ വിട്ടത്.
കൃഷ്ണൻ പറഞ്ഞ സന്ദേശം ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഗോപസ്ത്രീകളിൽ നിന്ന് ഭഗവാൻ വേർപെടുന്നില്ല, ഒരിക്കലും ഭഗവാനിൽ നിന്ന് ഇവരും വേർപെടുന്നില്ല. ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കൃഷ്ണൻ. ഈ ലോകത്ത് മുഴുവൻ, അതായത് എന്നെ തന്നെ നിരന്തരം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ഒരു തന്മയീഭാവം അവർക്ക് വന്നു കഴിഞ്ഞു. കണ്ണടച്ചാൽ അവർക്ക് എൻ്റെ രൂപം കാണാൻ പറ്റും. ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, മനസ്സിലേക്ക് ഞാൻ വന്നു ചേരില്ല, മനസ്സിനെ എന്നോട് ചേർക്കണം. മനസ്സിനെ എന്നോട് ചേർന്നിട്ട് ആത്മാവാണ് ഞാൻ. ഗോപസ്ത്രീകളോട് മാത്രമല്ല ഇത് കൃഷ്ണൻ പറയുന്നത്, നമ്മളോടും കൂടിയാണ്. അതായത് എല്ലാ സമയവും ഒരു ഐശ്വര്യം, ആ തേജസ്, ആ ബ്രഹ്മചൈതന്യം ഈ ലോകത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളെത്തണില്ല എന്നേ ഉള്ളൂ. സദാ ഈ നാമങ്ങളും നാമസങ്കീർത്തനങ്ങളും ഇതുപോലുള്ള സത്സംഗങ്ങളും ഒന്നും വേണ്ട. ഡെയിലി ഒരു 10 മിനിറ്റ് മനസ്സിനെ ഏകാഗ്രമായിട്ട് ഭഗവാനെ ധ്യാനിച്ചു നോക്കൂ. ആ 10 മിനിറ്റ് നമ്മൾ 15 മിനിറ്റ് ആക്കും, പിന്നെ അരമണിക്കൂറാക്കും. അങ്ങനെ കുറച്ച് സമയം പിന്നെ നമ്മൾ നിവേദ്യങ്ങൾ അർപ്പിക്കാൻ തുടങ്ങും. ഇതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ തലത്തിലേക്ക് നമ്മളെത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ നമ്മളറിയാതെ തരണം ചെയ്തു പോകുന്നതാണ്. ആ സമയത്താണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുക. ഗോപികമാർക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. കൃഷ്ണൻ കൂടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അതാണ് ആ ഗോപികമാരുടെ ഭക്തി. അവസാനം ഉദ്ധവരിറങ്ങിയപ്പോൾ പറഞ്ഞു, മനസ്സിലാലോചിച്ചു, ഞാൻ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഏകാന്തമായിട്ടുള്ള ഭക്തി എന്താണെന്ന്, നിഷ്കാമമായിട്ടുള്ള ഭക്തി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞിട്ട് ഗോപികമാരുടെ കാലടികൾ പതിഞ്ഞ ആ മണൽത്തരികളിൽ ഇങ്ങനെ കിടന്നു ഉരുണ്ടു ഇത്രേ. ഗോപികാഭ്യോ നമോസ്തു എന്ന് പറയുന്നുണ്ട് നാരായണീയത്തിൽ, വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഉദ്ധവരിലൂടെ ഭഗവാൻ മനസ്സിലാക്കി. അതുപോലെ ഉദ്ധവരുടെ ഭക്തി കൃഷ്ണൻ്റെ അടുത്തുനിന്ന് പിരിയാനായിട്ട് ഒരിക്കലും ഉദ്ധവർക്ക് സാധിച്ചില്ല. ഭഗവാൻ മധുരയിലേക്ക് ഭഗവാന്റെ അവതാരോദ്ദേശം കഴിഞ്ഞിട്ട് സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോവാനായിട്ട് തീരുമാനിക്കുമ്പോൾ കൃഷ്ണൻ പോവാണെന്ന് മനസ്സിലാക്കിയിട്ട് കൃഷ്ണനോട് ചെന്ന് കരയുന്ന ഉദ്ധവരെ നമുക്ക് കാണാം. ഭഗവാനെ എന്നെ ഇട്ടിട്ട് പോകരുത് എന്ന് തന്നെ പറയാം. അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, അങ്ങ് എവിടെ പോയാലും എന്നെയും കൂടെ കൊണ്ടുപോകണം, ആ ഒരു കണ്ടീഷനേ ഉള്ളൂ. സദാസമയം അങ്ങയ്ക്ക് നൈവേദ്യം അർപ്പിച്ചിട്ടാണ് എൻ്റെ ജീവിതം, കൃഷ്ണനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവരോട് പറയുന്നുണ്ട്, ഉദ്ധവരെ ഈ മമതാബോധം വെടിഞ്ഞിട്ട് സകല ചരാചരങ്ങളിലും എന്നെ ദർശിച്ചിട്ട് ദേശാടനം ചെയ്യൂ ഉദ്ധവരെ, ഞാൻ എവിടെയും പോകുന്നില്ല, അങ്ങയ്ക്ക് മനസ്സിലാവും ഈ സകല ഈ ജഗത്തിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആത്മതത്വം ഉദ്ധവോപദേശം. ഭാഗവതത്തിന് ഹൃദയമാണത്, 11ാമത്തെ സ്കന്ധം. അതിൽ മുഴുവൻ ഉദ്ധവർ ഉപദേശം ആത്മതത്വം കൊടുക്കും. ഉദ്ധവരുടെ കുറേ സംശയങ്ങൾ അവിടെ തീർക്കുന്നുണ്ട്. ഗീതോപദേശം കഴിഞ്ഞാൽ പിന്നെ ഉദ്ധവോപദേശമാണ്. ആ ഉദ്ധവോപദേശം കഴിഞ്ഞപ്പോൾ ഉദ്ധവരെന്താ ചെയ്തത്? ഭഗവാനെ നമസ്കരിച്ചു നിറഞ്ഞ കണ്ണുകളായിട്ട്. എന്നിട്ട് പറഞ്ഞു, നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാത്വച്ചരണാംഭോജേ രതിസ്യാദനപായിനി എന്നാണ് പറഞ്ഞത്. ഭഗവാനെ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം, എന്നെ അനുഷാധിമാം, എന്നെ രക്ഷിക്കൂ. എങ്ങനെ രക്ഷിക്കേണ്ടത്? ഭഗവാന്റെ കാലുകളിലുള്ള രതി എനിക്ക് വർദ്ധിച്ചു വരുമാറ്, എല്ലാ ജന്മങ്ങളിലും അങ്ങയുടെ ഭക്തി വർദ്ധിച്ചു വരുമാറ് എന്നെ രക്ഷിക്കൂ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് കണ്ണുകളടച്ച് തിരിഞ്ഞു നോക്കാതെ ബദറിയിലേക്ക് പോയി. ഉദ്ധവരുടെ ഒരു സങ്കടം, ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കും, പിന്നെ നമസ്കരിക്കും, പ്രദക്ഷിണം വയ്ക്കും, പിന്നെ നമസ്കരിക്കും. അങ്ങനെ കണ്ണുനീര് കൊണ്ട് ഭഗവാന്റെ കാൽക്കൽ അഭിഷേകം ചെയ്തിട്ടാണ് ഈ നമോസ്തുതേ മഹായോഗിൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രാർത്ഥന തന്നെ നമുക്കും വേണ്ടത്. എല്ലാ ജന്മങ്ങളിലും മനുഷ്യജന്മം എടുത്താൽ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ എത്തിയില്ലെങ്കിൽ എത്ര ജന്മം എടുത്താലും ഭഗവാനോടുള്ള ഭക്തി നമുക്ക് വർദ്ധിച്ചു വരണേ എന്നൊരു പ്രാർത്ഥനയാണ് നമുക്കുണ്ടാവും. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കുക, ആ ഒരു ചിന്തയിൽ വളരുക, നമുക്ക് എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ മനസ്സിൽ ഭക്തി ഉണ്ടാക്കിക്കൊണ്ട് ആധ്യാത്മിക ചിന്ത ഉണ്ടാക്കിക്കൊണ്ട് വളരുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. പ്രത്യേകിച്ച് ഇക്കാലത്തെ കുട്ടികളെ നമ്മൾ അങ്ങനെ വളർത്തണം. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പല 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 ഓപ്ഷൻസ് ഉണ്ട്. കാരണം പല ശ്രദ്ധ ഇങ്ങനെ മാറി മാറി പോവും. പക്ഷെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവർക്ക് ഇതൊക്കെ മനസ്സിലാക്കി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി ഇവർ എന്താ പറയുക, ചെറിയ ചെറിയ സത്സംഗങ്ങളൊക്കെ പങ്കെടുപ്പിച്ചിട്ട് കഥകൾ പറഞ്ഞു കൊടുത്തൊരു ആധ്യാത്മിക തലത്തിൽ കുട്ടികളെ വളർത്താനാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്താ, പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് ആ രാമനാമം അല്ലെങ്കിൽ കൃഷ്ണനാമം അവരെ കാത്തു രക്ഷിച്ചോളും തന്നെയാണ്. നമ്മുടെ മുമ്പിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പൂന്താനം, ഇത് ദ്വാപരയുഗത്തിൽ നടന്ന കാര്യമാണെന്നെങ്കിലും പറയാം. പൂന്താനം
കുറൂരമ്മയോ വില്വമംഗലം സ്വാമിയാരോ ഇതൊക്കെ എന്താ? വില്വമംഗലം സ്വാമിയാർ അച്ഛാന്നാണ് കൃഷ്ണൻ വിളിച്ചുകൊണ്ടിരുന്നത്, കുറൂരമ്മ അമ്മ എന്നാണ്. പാലക്കാട്ട് കുറൂരിൽ ഇല്ലത്തിൽ നിന്ന് കുറൂരിലേക്ക് വേളി കഴിപ്പിച്ച് കൊണ്ടുവന്നതാണ് കുറൂരമ്മയെ. ജനിച്ചപ്പോൾ മുതലേ ചെറുപ്പം മുതലേ ഭഗവാനോടുള്ള ഒരു ഭക്തി ഉണ്ടായിരുന്നു. നിവേദ്യം എന്നും പൂജ ചെയ്യും, നിവേദിക്കും. അച്ഛൻ സമ്മാനമായിട്ട് കൊടുത്ത ഒരു ബാലഗോപാല വിഗ്രഹമുണ്ട് കയ്യിൽ. ആ വിഗ്രഹത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് യാത്ര. അങ്ങനെ കുറൂരിലത്തേക്ക് വേളി കഴിപ്പിച്ച് കൊണ്ടുവന്നപ്പോഴും വേളിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം കല്യാണം കഴിച്ചപ്പോഴും രണ്ടാമത്തെ വേളിയാണ്, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വേളിയാണ് ഈ കുട്ടി. അങ്ങനെ കുറൂരില്ലത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ അച്ഛൻ തമ്പുരാന്, അച്ഛൻ തിരുമേനിക്ക് ഈ കുട്ടിയുടെ ഭക്തി മനസ്സിലായിട്ടുണ്ട്, കുറൂരമ്മയുടെ ഭക്തി. അപ്പോൾ അച്ഛൻ തമ്പുരാൻ പ്രാർത്ഥിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുത്തു, പൂജാമുറിയൊക്കെ സജ്ജീകരിച്ചു കൊടുത്തു. രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാനെ ഭജിച്ചിട്ട് ഭഗവാന് നിവേദ്യം അർപ്പിച്ച് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചിരിക്കും കുറേ നേരം. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരിക. അടുക്കളയിലേക്ക് വന്നാൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കൂത്രേ. അപ്പം ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു കൈയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് പറയണേ. ഭഗവാൻ അവിടെ വന്ന് ഊണ് കഴിക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും നടക്കുമ്പോഴൊക്കെ കൃഷ്ണൻ കൂടെയുണ്ട്. ഈ ബാലഗോപാല വിഗ്രഹം ഉണ്ണിക്കണ്ണൻ അമ്മയായിട്ട് തന്നെ അമ്മയായിട്ടാണ് കൃഷ്ണൻ കണ്ടത്. കൃഷ്ണനെ കുഞ്ഞായിട്ടാണ് കുറൂരമ്മ കണ്ടത്. യശോദയെ പറയുമ്പോൾ നമുക്ക് കുറൂരമ്മയെക്കുറിച്ച് 800 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയും. കുറൂരില്ല ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ വംശപരമ്പരകളുണ്ടാവും. അങ്ങനെ ആ കുറൂരില്ലത്തിൽ താമസിച്ചുകൊണ്ടിരുമ്പോൾ ഈ ഭർത്താവിൻ്റെ മൂത്ത ചേച്ചിക്ക് ഇത്തിരി ദേഷ്യമാണ് കുറൂരമ്മയോട്. അനാവശ്യമൊക്കെ പറയും, ഇത്ര കുറച്ച് ചീത്തയൊക്കെ പറയും. പക്ഷേ ഇവർക്കൊരു കൂസലും ഇല്ല. എന്താ, ബാലഗോപാലൻ കൂടെയുണ്ട്. കുറൂരമ്മയുടെ കൈ പിടിച്ച കൃഷ്ണൻ നടന്നുകൊണ്ടിരുന്നത്. എല്ലാത്തിലും കൃഷ്ണനെ കാണുക അവരും. എന്നാൽ ഒരു കുടുംബിനെയാണോ? അതെ, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഭർത്താവിന് ഒരു ഗുണമുണ്ടായി, സഞ്ചാരപ്രിയനായിരുന്നു അത്രേ. അപ്പം വീട്ടിലെപ്പോഴും ഇല്ല. അത് ഇവർക്കൊരു അനുഗ്രഹമായി എന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ലൗകിക കാര്യങ്ങൾ മുഴുകി ജീവിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ കൃഷ്ണൻ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനോട് വയ്യാണ്ട് കിടന്നാൽ ഭഗവാൻ വരും. ഉണ്ണിക്കുട്ടൻ്റെ രൂപത്തിലാണ് വരിക തൊട്ട അപ്പുറത്തെ വീട്ടിൽ. അങ്ങനെ കൃഷ്ണനെ കണ്ടിട്ടില്ല എന്നൊരു സങ്കടമുണ്ട്. അപ്പോൾ ഒരു ദിവസം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് വന്നു അത്രേ. എന്നിട്ട് കുറൂരമ്മയ്ക്ക് മനസ്സിലായി ഇത് കൃഷ്ണനാണെന്ന്. എന്നിട്ട് അച്ഛൻ തിരുമേനിയോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ കൃഷ്ണനെ കണ്ടു. അപ്പോൾ പറയും, നിങ്ങൾ ഒരു ഭാഗ്യം, ആ ഭാഗ്യം ചെയ്ത ജന്മത്തെക്കുറിച്ച് അച്ഛൻ തിരുമേനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അച്ഛൻ തിരുമേനി മരണപ്പെട്ടു. അപ്പോൾ കുറൂരമ്മ ഇങ്ങനെ സദാസമയം കൃഷ്ണനെ പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. ഭർത്താവും ഒരിക്കൽ സഞ്ചാരത്തിനിടയ്ക്ക് മരണപ്പെട്ടു, വൈധവ്യയോഗം വന്നു. അപ്പോൾ അച്ഛൻ തിരുമേനിക്ക് വലിയ സങ്കടം, ഈ കുട്ടി ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ വൈധവ്യം ബാധിച്ചുല്ലോ. പക്ഷെ കൃഷ്ണൻ എൻ്റെ കൂട്ടിനെന്നുള്ള അച്ഛൻ തിരുമേനിക്ക് അറിയാം. അങ്ങനെ ഒരു ദിവസം ഈ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയി. കാരണം എന്താ, നൊസ്സാണ്. സദാസമയം പൂജാമുറിക്കകത്ത് തന്നെ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പെറുപിറുത്തോണ്ടിരിക്കുക. ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിച്ചാൽ ഞങ്ങൾക്കും കൂടെ തലവേദനയാവുമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അവിടെ നിന്ന് പോയി. പിന്നെ ആ കുറൂരില്ലത്തിൽ ഒറ്റയ്ക്കായ അമ്മ. പക്ഷെ എന്താ, ഒറ്റപ്പെടലൊന്നും അവരെ ബാധിച്ചില്ല. കൃഷ്ണൻ കൂടെയുണ്ട്. അവരുടെ കൈ പിടിച്ച് കുറൂരമ്മ ഗുരുവായൂർക്ക് പോയിട്ടില്ല അത്രേ. ഗുരുവായൂരുന്ന കൃഷ്ണൻ കുറൂരമ്മയുടെ ഭക്തി കണ്ട് അവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ദിവസം പായസം ഉണ്ടാക്കി വെച്ചപ്പോൾ ആ പായസം എടുത്ത് കഴിച്ചു ഉണ്ണിക്കുട്ടൻ. അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിക്കുട്ടൻ വന്ന് പായസം കഴിച്ചു. അപ്പോൾ കുറുമ്പ് കണ്ടപ്പോൾ കുറൂരമ്മ ചീത്ത പറഞ്ഞിട്ട് ഭഗവാന് കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കരിക്കല എടുത്തിട്ട് ആ കരിക്കാലത്തിൽ മൂടി വെച്ചു. കുറച്ച് ഒരു ശിക്ഷ കൊടുത്താൽ, ചെറിയ ശിക്ഷ കൊടുത്താൽ. അപ്പോൾ ആ സമയത്ത് വില്ലുമംഗല സ്വാമിയാർക്ക് നിവേദ്യ സമയത്ത് ആ കൃഷ്ണൻ വന്ന് നടയടയ്ക്കുമ്പോഴാണ് കൃഷ്ണൻ വില്ലുമംഗല സ്വാമിയാരുടെ മടിയിൽ വന്നിരിക്കും ഇത്രേ. എന്നിട്ട് കഴുത്തിൽ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വർത്താനം പറയും, അച്ഛാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയും. അപ്പോൾ അന്ന് കൃഷ്ണനെ കാണുന്നില്ല. നിവേദ്യത്തിന് കലൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് നടയടച്ച് ഭഗവാനെ കാണുന്നില്ല. അയ്യോ, ഉണ്ണിക്കണ്ണനെ കാണുന്നില്ലല്ലോ, കൃഷ്ണൻ എവിടെ പോയി, കൃഷ്ണൻ്റെ ചിലമ്പൊലി കേൾക്കുന്നില്ല, വന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇത് ഓടി വരുന്നു കാണാൻ. കയ്യിലെ ഓടക്കുള്ളിലൊക്കെ പിടിപ്പിച്ച് മുഖത്ത് ശരീരത്തിന് മുഴുവൻ കരിയാണ്. ആ കരിയോടുകൂടെ ഓടി വന്നപ്പോൾ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, ധാര ഉണ്ണിയെ കലത്തിൽ കൊണ്ട് അടച്ചത് എന്ന് പറഞ്ഞു. അത് ആ അയമ്മയാണ്. ആ അയമ്മയ്ക്ക് ഇച്ചിരി കുറുമ്പ് കൂടുതല. ആ അയമ്മ എന്നെ കരിക്കലത്തിൽ അടച്ചു വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഉണ്ണിക്കാണോ കുറുമ്പ് അതോ കുറൂരമ്മയ്ക്കാണോ കുറുമ്പ് എന്ന് ചോദിച്ചു. അങ്ങനെ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെയാണ്. ആ കുറൂരമ്മയുടെ ഭക്തി നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. സകല ദുഃഖങ്ങളിലും കുറൂരമ്മയുടെ അന്ത്യം എങ്ങനെയാണെന്ന് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭഗവാൻ തന്നെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. വില്ലുമംഗലം സ്വാമിയോട് പറഞ്ഞു, ഇനി എനിക്ക് അധികകാലം ഇല്ല, അങ്ങ് ഇവിടെ വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് സഹസ്രനാമമൊക്കെ ജപിച്ച് കുറൂരമ്മയുടെ അടുത്തിരിക്കുന്ന ഭഗവാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പൂന്താനം
എന്താ പറഞ്ഞത്? ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നല്ലേ. ഉണ്ടായ സന്താനത്തിന് ഭഗവാൻ തന്നെ എടുത്തു. പക്ഷേ സദാ ഭഗവാന്റെ എന്താ പറയുക, നാമങ്ങൾ മനസ്സിലുള്ളപ്പോൾ, ഭഗവാനുള്ളപ്പോൾ വേറെ ആരെങ്കിലും വേണോ എന്ന് ചിന്തയാണ്. പൂന്താനത്തിന് ഭഗവാൻ തന്നെ വന്ന് കൊണ്ടുപോയി എന്ന് തന്നെയാണ്. പൂന്താനത്തിൻ്റെ ഒരു പിറന്നാൾ ദിവസം സദ്യ ഉണ്ണാനായിട്ട് ഭഗവാൻ വന്നു. അങ്ങനെ പൂന്താനത്തോട് പറഞ്ഞു, നമ്മുടെ കൂടെ വരാം. കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ, വേണമെങ്കിൽ കൂട്ടിക്കോളാൻ പറഞ്ഞു. ആരും കൂടെ പോകാൻ തയ്യാറായില്ല. പക്ഷെ പൂന്താനത്തിൻ്റെ അവിടെ അടിച്ചു തെളിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീ പൂന്താനത്തിൻ്റെ കൂടെ പോയി, ഭഗവാന്റെ കൂടെ. അപ്പോൾ ഭഗവാൻ അങ്ങനെ യാതൊരു വ്യത്യാസവും. എവിടെയാണോ ഭക്തി അവിടെ ഭഗവാൻ. അത് സ്ത്രീ പുരുഷ ഭേദമില്ല, ജാതി ഭേദങ്ങളില്ല, ഒന്നുമില്ല. അത് എവിടെയാണോ ഭക്തി അവിടെ ഭഗവാനുണ്ട്. നിഷ്കാമമായിട്ടുള്ള ഭക്തി, പൂർണ്ണമായിട്ടുള്ള ഭക്തി ഉള്ളെങ്കിൽ അവിടെ കൃഷ്ണനുണ്ട്, ഭഗവാനുണ്ട് തന്നെ പൂന്താനം. വില്ലുമംഗലം സ്വാമിയാരുടെ കഥകളൊക്കെ ഒരുപാടുണ്ട്. ഒരിക്കൽ ഒരു വയറുവേദനയായിട്ട് ഒരാൾ വില്ലുമംഗലം സ്വാമിയാരെ കാണാൻ വന്നു അത്രേ. അപ്പോൾ പറഞ്ഞു, എനിക്ക് കരച്ചിലായിട്ടുള്ള വയറുവേദനയുണ്ട്, അങ്ങ് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നും കൃഷ്ണനോട് സംസാരിക്കും. അപ്പോൾ പറഞ്ഞു, ഞാനൊന്ന് കൃഷ്ണനോട് ചോദിക്കട്ടെ, ചോദിച്ചിട്ട് പറയാം എന്താ ചെയ്യാന്ന്. അപ്പോൾ കൃഷ്ണനോടൊന്ന് ചോദിച്ചു, ഇദ്ദേഹത്തിനൊരു വ്യാധിയുണ്ട്, അത് മാറുമോ കൃഷ്ണ എന്ന് ചോദിച്ചു. പറഞ്ഞു, അദ്ദേഹം അനുഭവിച്ച പ്രാരബ്ധ കർമ്മ, അതുകൊണ്ട് അങ്ങ് മെനക്കെടാൻ നിൽക്കണ്ട, അത് മാറാൻ പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതന്നെ വന്ന് പറഞ്ഞു ഇയാളോട്. അപ്പോൾ എന്നിട്ട് ഇയാൾക്ക് സങ്കടം, വയറുവേദന മാറുന്നില്ല. അങ്ങനെ ഒരു ദിവസം കുറൂരില്ലത്തേക്ക് കയറി ചെന്നു. കുറൂരില്ലത്തേക്ക് കയറി ചെന്നപ്പോൾ കുറൂർ അമ്മയോട് ഇതന്നെ പറഞ്ഞു, എനിക്ക് വല്ലാണ്ട് വയറുവേദന. അപ്പോൾ പറഞ്ഞു, അങ്ങ് എന്തിനാ ദുഃഖിക്കുന്നത്? ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ഗോവിന്ദ മാധവ കൃഷ്ണ ഗോവിന്ദ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ, കൃഷ്ണൻ മാറ്റിത്തരും വേദന എന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, ഉണ്ണിക്കണ്ണ അവരുടെ വേദന ഒന്ന് മാറ്റി കൊടുത്തേക്കണം കേട്ടോ. അവിടെ കൃഷ്ണനോട് ആജ്ഞാപിച്ചു. അപ്പോൾ അയാളുടെ വേദന മാറിയിത്രേ. എന്നിട്ട് വില്ലുമംഗലം സ്വാമിയാരോട് വന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലേ മാറ്റാൻ പറ്റില്ല എന്ന്. കുറൂരമ്മ വേദന മാറ്റി തന്നു എന്ന് പറഞ്ഞപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉണ്ണിക്കണ്ണ എന്നാലും എന്നെ പറ്റിച്ചില്ലേ, എന്നോട് ഇങ്ങനെ പ്രാരബ്ധ കർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആ ആയമ്മ പറഞ്ഞപ്പോൾ മാറ്റി കൊടുത്തില്ലേ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു പോയി, രോഗം മാറും, കൃഷ്ണൻ മാറ്റും എന്ന് പറഞ്ഞാൽ ആ വാക്കെനിക്ക് പാലിക്കണ്ടേ, എന്നെ ഉണ്ണിക്കണ്ണനായിട്ടല്ലേ കാണുന്നത്, അപ്പോൾ അത് ചെയ്യേണ്ട. അങ്ങയോട് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അമ്മ ഇങ്ങനെയല്ലേ പറഞ്ഞത് എന്ന്. അതാണ് ആ കണ്ണൻ്റെ മഹിമ. നമുക്ക് പലപ്പോഴും ഇതൊക്കെ നമ്മൾ ഈ കലികാലത്തിൽ ഭഗവാനെ മുമ്പിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ ഉണ്ടാവും ഭഗവാൻ. മിറക്കിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ്. അദൃശ്യമായിട്ട് കൈകൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എപ്പോഴും ഈ ഒരു സങ്കല്പത്തോടുകൂടെ മനസ്സിൽ ഭക്തി നിറച്ച് ഇതുപോലെ കഥകൾ കേട്ട് നമ്മുടെ ജീവിതം എല്ലാ സുഖങ്ങളും അനുഭവിച്ചുള്ളൂ, അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷെ സർവ്വചരാചരങ്ങളിലും അന്തര്യാമിയായിട്ട് ഭഗവാനുണ്ടെന്നും ഒരു മനസ്സിൻ്റെ സമനില, ഇന്ദ്രിയങ്ങളടക്കി ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ സ്ഥാപിക്കണം. അതിനുവേണ്ടി ശ്രമിക്കുക. പൂന്താനത്തിനെ കൊണ്ടുപോകാൻ വന്ന പോലെ, കുറൂരമ്മയെ കൊണ്ടുപോകാൻ വന്ന പോലെ, വില്ലുമംഗലം സ്വാമിയാരുടെ അടുത്ത് വന്ന പോലെ നമ്മുടെ അടുത്തും ഭഗവാൻ വരും. പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ആ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാവും തന്നെ. അതുപോലെ ഈ 1000 ചില്ലാനും ശ്ലോകങ്ങളുണ്ട് നാരായണീയത്തിൽ. മേൽപ്പത്തൂരിന് വാതരോഗം വന്ന് സങ്കടം വന്നിട്ടാണ് കൃഷ്ണൻ്റെ അടുത്ത് വന്നത്. 3-ാമത്തെ ദശകത്തിൽ വാതരോഗം കലശലായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണനോട് സങ്കടപ്പെട്ട് പറയുന്ന ദശകമാണ് 3. എന്നിട്ട് പറഞ്ഞു, അങ്ങക്ക് അകീർത്തിസ്തേമാഭൂദ്വരത എന്ന് പറഞ്ഞ് കൃഷ്ണനെ ഒരു സുഹൃത്തിനോട് എന്ന പോലെ സംസാരിക്കുന്നത്. ഭഗവാൻ അങ്ങയ്ക്കൊരു അകീർത്തി വരും, അങ്ങയെ ജപിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അങ്ങയ്ക്ക് അതൊരു അകീർത്തിയാവും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു, കിമുക്തൈർഭൂയോഭി തവഹി കരുണായാവതുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥപ്രലപിത. ഞാൻ എന്തിനാ ഇങ്ങനെ ആവലാതി പറയണേ കൃഷ്ണ? ഞാൻ ആവലാതിയൊക്കെ നിർത്തി. എന്നെക്കൊണ്ട് എത്ര പറ്റുന്നുവോ നതി നിഷേവാ വിരജയൻ, എന്നെക്കൊണ്ട് എത്ര പറ്റുന്നുവോ അത്ര അങ്ങയെ നമസ്കരിച്ചുകൊണ്ട് അങ്ങയെ വണങ്ങിക്കൊണ്ട് ഞാനിവിടെ കഴിഞ്ഞോളാം എന്ന് പറയാം. ഇതെല്ലാം കഴിഞ്ഞ് ബന്ധുസ്നേഹം ഈ മമതാബോധത്തെ വെടിഞ്ഞ് മനസ്സിൽ നിന്നെ സ്ഥാപിച്ച് അങ്ങയുടെ ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങയുടെ ഒരു കരുണ കൊണ്ട് ഈ ആത്മാവ് അങ്ങയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ജീവിച്ചോളാം ഭഗവാനെ എന്ന് പറഞ്ഞ് അവസാനം എന്താ, അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തതുദരേ ദിവ്യ കൈശോരവേഷം. അല്ലേ, കണ്ടില്ലേ കൃഷ്ണനെ?
ആ ശ്രീകോവിലിനകത്ത് നിന്ന് ഒരു നീല വെളിച്ചം ഞാൻ കാണുന്നു എന്നാണ്. ഭഗവാന് ചുറ്റും സുന്ദരിമാരിങ്ങനെ നിൽക്കുന്നുണ്ട്, മഹർഷിമാർ. ആ സുന്ദരിമാർ ആരായിരിക്കും? ഗോപികമാരായിരിക്കും, നാരദ മഹർഷിയായിരിക്കും. മഹർഷിമാരും ആ ഒരു ബാലകൈശോര വേഷത്തിലാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നത്. ആ ഉണ്ണിക്കണ്ണൻ, ആ നീല വെളിച്ചം ഞാൻ കാണുന്നു ഭഗവാനെ, അഗ്രേ പശ്യാമി, മുമ്പിൽ ഞാൻ കാണുന്നു. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് വാതരോഗം മാറിയ കഥ നമുക്കറിയാം. അവസാനം പറഞ്ഞു, അജ്ഞാത്വാദേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്. അജ്ഞാത്വാദേ മഹത്വം, അങ്ങയുടെ മഹത്വം അറിയാതെ ഞാൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറയും. എന്നിട്ട് പറഞ്ഞു, ഈ കൃതി അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ട് ഭവിക്കണം. ദ്വേധാ നാരായണീയം, നാരായണീയം 2 തരത്തിൽ അറിയപ്പെടും. ഒന്ന്, നാരായണ ഭട്ടത്തിരി എഴുതിയത് കൊണ്ടും നാരായണനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടും ദ്വേധാ നാരായണീയം എന്നീ കൃതി അറിയപ്പെടും. ഇത് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും യശസ്സിനായിക്കൊണ്ടും ആയുരാരോഗ്യ സൗഖ്യത്തിനായിക്കൊണ്ടും ഭവിക്കണമേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കണ്ടുകൊണ്ടാണ് ആ കൃതി അവിടെ അവസാനം. പിന്നെ അവിടെ നിങ്ങളുടെ ജീവിതം മുഴുവൻ കൃഷ്ണാർപ്പണം തന്നെയായിരുന്നു. ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത് എന്താ? നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവും തന്നെയാണ്. അങ്ങനെ ഈ മൃത്യോർമ അമൃതംഗമയ എന്ന് ബൃഹദാരണ്യോപനിഷത്തിൽ പറയും. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ. മൃത്യുവിൽ നിന്ന് അമരത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് തന്നെയാണ് ഭാഗവതം. ഭാഗവതം മാത്രമേ നമ്മുടെ മുമ്പിൽ ഒരു ശരണമായിട്ടുള്ളൂ. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ സംസാര സാഗരത്തെ നമുക്ക് തരണം ചെയ്ത് എല്ലാ ദുഃഖങ്ങളെയും മറന്ന് ആ പരമാനന്ദത്തിൽ സുഖിക്കാനായിട്ട് നിങ്ങളെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാവരുടെ മനസ്സിലും ഭഗവാന്റെ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ സത്സംഗം ഈ ഭഗവാന്റെ കാൽക്കൽ, മഹാമുനിമംഗലം മഹാവിഷ്ണുവിൻ്റെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ ഐശ്വര്യം ഉണ്ടാവട്ടെ, കീർത്തി ഉണ്ടാവട്ടെ, ഭക്തി ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്സംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിദിതമവിദിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.